നമ്മൾ ജി കെയിലെ കുറച്ച് ക്വസ്റ്റ്യനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഒക്കെ പറഞ്ഞ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രയോജനം ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് കൂടെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ മേഖല ഏകദേശം ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നോക്കാം, നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്. അപ്പം ആ ചാനലിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാസ്സിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ SSC GD 2025 അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നിങ്ങൾക്കുള്ള കോഴ്സ് ഫീ എന്ന് പറയുന്നത് 2500 രൂപയാണ് അതിൻ്റെ കോഴ്സ്. ഓക്കെ ആണല്ലോ, അത് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ക്ലാസ്സിൻ്റെ പ്രത്യേകതകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ല അതിൻ്റെ വിവരങ്ങൾ അറിയണമെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ എന്താ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോൺടാക്റ്റ് ചെയ്താൽ മതി. യെസ്, അടുത്തെന്ന് പറയപ്പെടുന്നത് നമ്മുടെ ചാനലാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെയാണ് ഇതിനകത്ത് മൊത്തം വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനും റിസൾട്ടുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, വിവരങ്ങൾ അറിയാൻ പറ്റും. വന്നിട്ടുണ്ടോ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, എക്സാം ഡേറ്റ് എന്നൊക്കെയാണെന്ന് ഇതിൻ്റെ അകത്ത് ഈ ചാനലിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. നിങ്ങളത് ഫോളോ ചെയ്താണ്. ഇതിന് അടുത്തത് നമ്മുടെ എന്താണ് ഫിസിക്കൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മുടെ ഈ ചാനലിൻ്റെ അകത്ത് മൊത്തവും വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അതിൻ്റെ ഭാഗമാക്കി അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ ആണല്ലോ, അപ്പോൾ അത് ഇത്രയും നമ്മുടെ ക്ലാസ്സുകളുടെയും മറ്റുമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്, ക്ലാസ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഇംഗ്ലീഷിലുമുണ്ട് മലയാളത്തിലുമുണ്ട്. ക്വസ്റ്റ്യൻ മലയാളം 2 രീതിയിലും ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷിലും ഉണ്ട് ക്വസ്റ്റ്യൻ, അതിൻ്റെ മലയാളത്തിലും ഉണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഇംഗ്ലീഷ് പോയിൻ്റ്, ആ പോയിൻ്റ് ഇംഗ്ലീഷ് ടൈമിലൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ അതിൻ്റെ മലയാളത്തിലും നമ്മൾ പറയും. 2 രീതിയിലും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഏത് ആയാലും ശരി, ഇംഗ്ലീഷിലായാലും ശരി മലയാളത്തിലായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് ഒരു ചോദ്യം ഇംഗ്ലീഷിൽ കണ്ടാൽ പോലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നതാ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. യെസ്, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചോദ്യം എന്താണെന്ന് നിങ്ങൾ നോക്കുക. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം നന്നായിട്ട് വായിക്കുക. വായിച്ചിട്ട് ചോയ്സ് നോക്കുക, ശ്രദ്ധിച്ച് ചോയ്സിനനുസരിച്ച് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം പൊതുവേ പറഞ്ഞതാ, ഈ ക്വസ്റ്റ്യൻ സംബന്ധിച്ച കാര്യമല്ല പറഞ്ഞത്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദി കൻവ ഡൈനാസ്റ്റി എന്നതാണ് ചോദ്യം. കൻവ ഡൈനാസ്റ്റി അത് വന്നിരിക്കുന്ന ആ ഏരിയ എന്ന് പറയുന്ന ഹിസ്റ്ററിയാണെന്ന് മനസ്സിലായി. അത് തന്നെ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. പ്രാചീന ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എടുത്തിരിക്കുന്നത്. 4 ചോയ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാരായണ എന്ന് കൊടുത്തിട്ടുണ്ട്, സുശർമ്മ എന്ന് കൊടുത്തിട്ടുണ്ട്, വാസുദേവ എന്നും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദി ലാസ്റ്റ് ഓപ്ഷൻ ഏത്, ദേവഭൂതി എന്നും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻസർ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ആൻസർ എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഞാനത് നോക്കി വായിക്കാനും എടുക്കാനും ഒന്നും പോകുന്നില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ആൻസർ രേഖപ്പെടുത്തുക. മനസ്സിലായോ? അപ്പോൾ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, നിങ്ങളുടെ ആൻസർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. മറ്റുള്ള മെസ്സേജുകൾ അയച്ച് അതിൻ്റെ പുറകിൽ അതിൽ നിന്ന് കണക്ട് ചെയ്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദി കൻവ ഡൈനാസ്റ്റി? ആൻസർ സെറ്റ് ചെയ്തോ? നിങ്ങൾ ആൻസർ സെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ അവിടെ അത് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ ആണല്ലോ, നമുക്ക് നോക്കാം. കൻവ ഡൈനാസ്റ്റി എന്ന് പറയപ്പെടുന്നത് ഒരു പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റിയാണ്. എന്താ പറഞ്ഞേക്കുന്നത്, പോസ്റ്റ് മൗര്യൻ, MAU മൗര്യൻ ഡൈനാസ്റ്റി
ആണ് ഏതെന്ന് പറയപ്പെടുന്നത്? ഏതാ? അതായത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തിന് ശേഷം, ഓക്കെ, മൗര്യ സാമ്രാജ്യത്തിന് ശേഷമുള്ളതാണ്. മൗര്യ സാമ്രാജ്യത്തിന് ശേഷം വന്ന രാജവംശമാണ് ഏതെന്ന് പറയപ്പെടുന്നത്? കൻവ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എഴുതിയിട്ടേക്കുന്നത് വെറുതെ അല്ല, പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. കുറച്ച് രാജവംശങ്ങളുടെയൊക്കെ പേര് തന്നിട്ട് വിച്ച് വൺ ഈസ് ദ എന്നാണ് പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റി എന്നൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതായിരിക്കും? 3 മൗര്യ സാമ്രാജ്യത്തിന് മുന്നേ നിലനിന്നിരുന്ന ഡൈനാസ്റ്റി ആയിരിക്കും തരുന്നത്. ഒരെണ്ണം മാത്രമായിരിക്കും ഏത്? ശേഷമുള്ളത് തരുന്നത്. അപ്പോൾ ആ ശേഷമുള്ള രാജവംശങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് ഈ പോയിന്റ് നമ്മൾ എഴുതിയത്. പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് ഞാൻ കണക്കാക്കുന്നു ഏത്? പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റിയാണ് ഏത്? കൻവ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തിന് ശേഷം, ഇല്ലയോ, മൗര്യ സാമ്രാജ്യം അധപ്പതിച്ചെന്ന് പറയുന്നത് മൗര്യ സാമ്രാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരി പരാജയപ്പെടുത്തിയതിന് ശേഷം വേറൊരു രാജവംശം അവിടെ സ്ഥാപിക്കപ്പെട്ടു. ആ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി, ആ രാജവംശത്തിൻ്റെ പേരാണ് എന്ന് പറയുന്നത് സുംഗ ഡൈനാസ്റ്റി എന്ന് പറയപ്പെടുന്നത്. അത് ഒരു പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റിയാണ്. സുംഗ രാജവംശം, സുംഗ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന, സുംഗ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ആരെന്ന് പറയപ്പെടുന്നത്? ദെൻ ദേവഭൂതി. ഇവിടെ ചോയ്സിൻ്റെ അകത്തുണ്ട് ദേവഭൂതി, ഉണ്ടോ? ദേവഭൂതി എന്ന് പറഞ്ഞ ഭരണാധികാരിയെ, ദേവഭൂതി എന്ന് പറയപ്പെടുന്ന ഭരണാധികാരിയെ പരാജയപ്പെടുത്തിയതിന് ശേഷമാണ് ഏത് രാജവംശം സ്ഥാപിക്കപ്പെടുന്നത്? കൻവ രാജവംശം സ്ഥാപിക്കപ്പെടുന്നത്, ഇല്ലയോ? കൻവ ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കപ്പെടുന്നത്. മനസ്സിലായല്ലോ? അത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ കൻവ ഡൈനാസ്റ്റി എന്ന് പറയപ്പെടുന്നത് പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റിയാണ്. സുംഗ ഡൈനാസ്റ്റിയും ഒരു പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റിയാണ്. സുംഗ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളറാണ് ആരെന്ന് പറയപ്പെടുന്നത്? ദേവഭൂതി. ആ ദേവഭൂതിയെ പരാജയപ്പെടുത്തിയതിന് ശേഷം സ്ഥാപിക്കപ്പെട്ട രാജവംശമാണ് ഏത്? കൻവ ഡൈനാസ്റ്റി. ദാറ്റ് വാസ് ഫൗണ്ടഡ് ബൈ വാസുദേവ. ഏതാണ്? വാസുദേവ എന്ന് പറയപ്പെടുന്ന ഭരണാധികാരിയാണ്. വാസുദേവയുടെ കൂടെ എന്തും കാണാം, കൻവ എന്ന് ചേർത്തും വരാം. വാസുദേവ കൻവയാണ് അത് സ്ഥാപിച്ചത്. സ്ഥാപിക്കപ്പെട്ടത് BCE എന്നാണ്, 73 സ്ഥാപിക്കപ്പെട്ടത്. അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതെയോ? വാസുദേവ കൻവ ആണ് സ്ഥാപിച്ചത്, BCE 73. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഏതെന്ന് പറഞ്ഞത്? വാസുദേവ. C ചോയ്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ സുംഗ ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്താണ് നാരായണ ഭൂമി മിത്ര എന്ന് പറയപ്പെടുന്ന ഭൂമിമിത്ര ഇല്ലയോ? ഭൂമിമിത്ര എന്ന് പറയപ്പെടുന്ന ഒരു ഭരണാധികാരി ഭരണം നടത്തി. അതുപോലെ എന്താണ് നാരായണ എന്ന് പറയപ്പെടുന്ന ഒരു ഭരണാധികാരി നടത്തി. ദെൻ സുശർമ്മ എന്ന് പറയുന്നൊരു ഭരണാധികാരിയും എന്ത് ചെയ്തു? നമ്മുടെ കൻവ ഡൈനാസ്റ്റി ഭരിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ കൻവ രാജവംശത്തിലെ ഭരണാധികാരികളാണ് വാസുദേവ കൻവ. കൻവ രാജവംശത്തിലെ ഭരണാധികാരിയാണ്. ദെൻ എന്താണ് നാരായണ എന്ന് പറയപ്പെടുന്നത് കൻവ രാജവംശത്തിലെ ഭരണാധികാരിയാണ്. ഭൂമിമിത്ര എന്ന് പറയപ്പെടുന്നത് കൻവ രാജവംശത്തിലെ ഭരണാധികാരിയാണ്. സുശർമ്മ എന്ന് പറയപ്പെടുന്നത് കൻവ രാജവംശത്തിലെ ഭരണാധികാരിയാണ്. ഓക്കെ, അതിനകത്ത് ലാസ്റ്റ് റൂളറാണ് ആരെന്ന് പറയപ്പെടുന്നത്? സുശർമ്മ ദ ലാസ്റ്റ് കൻവ എന്താണ് റൂളർ. മനസ്സിലല്ലോ? കൻവ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ആരെന്ന് പറയപ്പെടുന്നത്? ആരാ? ദെൻ സുശർമ്മ എന്ന ഭരണാധികാരി. കണ്ടല്ലോ, സുശർമ്മ. മലയാളം കിടക്കുന്നു സുശർമ്മ. ഉണ്ടോ? സുശർമ്മനാണ്. ഓക്കെ, സുശർമ്മൻ. പിടികിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി കൻവമാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത പറയുമ്പോൾ ദേ വേർ ദി ഗ്രേറ്റ് പേട്രൺസ്. ഗ്രേറ്റ് പേട്രൺ എന്ന് പറയപ്പെടുന്നത് പരിപോഷകർത്താക്കൾ എന്നാണ്. മനസ്സിലല്ല? ദെൻ ആർട്ട് ആൻഡ് എന്താണ് ലേണിങ്. കലയുടെയും അതേ കണക്ക് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ഒരു പരിപോഷകർത്താക്കളായിരുന്നു ആരെന്ന് പറയപ്പെടുന്നത്? നമ്മുടെ ദെൻ കൻവ രാജവംശം. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് അത്രയും കാര്യം പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് ആൾക്കാർ ആരൊക്കെയോ എന്ത് ചെയ്തിട്ടുണ്ട്? ദെൻ C
രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സി ആണ് നമ്മുടെ ആൻസർ. പ്രസ്തുത ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയപ്പെടുന്നത് സി ആണ്. വാസുദേവ കൻവയാണ് എന്ത്? കൻവ രാജവംശത്തിൻ്റെ സ്ഥാപകൻ. ഓക്കെ, അത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇത്രയും കാര്യം ക്ലിയർ ആയിരുന്നല്ലോ. രണ്ടാമത്തെ ഭാഗത്തേക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുകയാണ്. ഇന്ത്യാസ് നൈബറിങ് കൺട്രി, ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാൾ ഈസ് ലൊക്കേറ്റഡ് ഇൻ, എവിടെയാണ് നേപ്പാൾ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയൽ രാജ്യമായ നേപ്പാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെ എന്നതിന് നമുക്ക് ചോയ്സ് നോക്കുമ്പോഴാണ് അത് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ ആണല്ലോ. ഈസ്റ്റ് കിടപ്പുണ്ട്, നോർത്ത് ഈസ്റ്റ് കിടപ്പുണ്ട്, സൗത്ത് കിടപ്പുണ്ട്, സൗത്ത് ഈസ്റ്റ് കിടപ്പുണ്ട്. ആൻസർ നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തേണ്ടതാണ്. രേഖപ്പെടുത്താതിരിക്കരുത്. ആൻസർ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തണം. ഓക്കെ, റെഡിയായോ? നിങ്ങൾ ആൻസർ സെറ്റാക്കി കഴിഞ്ഞോ? സെറ്റാക്കി കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ആൻസർ അവിടെ പറയാം. നമുക്കൊന്ന് നോക്കാം. എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന അറിയാതെ നമുക്കറിയാം. എന്താ ഇവിടെ ഇങ്ങനെ ഇന്ത്യയുടെ പടം നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ച് വെക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, ഇല്ലയോ? ബാക്കി ഇവിടെ അപ്പോൾ നമുക്കറിയാം ദാ ഇവിടെ ഇങ്ങനെയാണ് ആര് കിടക്കുന്നത്? നേപ്പാൾ കിടക്കുന്നത്. ദാ ഈ ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നേപ്പാൾ കിടക്കുന്നത്. മനസ്സിലായല്ലോ? നേപ്പാളിൻ്റെ ഭാഗം അവിടെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നേപ്പാളിൻ്റെ എന്താണ്, ഇന്ത്യയുടെ എന്താണ് ഈ ഭാഗത്തായിട്ടാണ് എന്ത് കിടക്കുന്നത്? നേപ്പാൾ കിടക്കുന്നത് നമുക്കറിയാം, ഇല്ലയോ? അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് നേപ്പാളുമായി ബന്ധപ്പെട്ടെന്ന് പറയപ്പെടുന്നത്. നേപ്പാളുമായിട്ട് നമുക്ക് അതിർത്തി എന്ന് പറയപ്പെടുന്നത് ഏകദേശം 1751 കിലോമീറ്ററാണ് ഏതെന്ന് പറയപ്പെടുന്നത്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള അതിർത്തി എന്ന് പറയപ്പെടുന്നത് ഏകദേശം എത്രയാണ്? 1751 കിലോമീറ്ററോളം വരും. മനസ്സിലായല്ലോ? എത്ര? 1751 കിലോമീറ്ററാണ് വരുന്നത്. ഈ 1751 കിലോമീറ്ററിലായിട്ട് 5 സ്റ്റേറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? 5 സംസ്ഥാനങ്ങളാണ് നമ്മുടെ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നത്. അത് നമുക്കറിയാം. ഇവിടെ ഇങ്ങനെ കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് 5 സ്റ്റേറ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് ഏതാ? ഉത്തരാഖണ്ഡ് എന്ന് പറയപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ആരുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട്? നേപ്പാളുമായിട്ട്, ഇല്ലേ? അതിനുശേഷം നമുക്ക് നോക്കാം ഏത്? ഉത്തർപ്രദേശ് എന്ന് പറയപ്പെടുന്നത്. എന്താ? ഉത്തർപ്രദേശ് എന്ത് ചെയ്യുന്നുണ്ട്? ദെൻ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ 2 സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു. ഏതൊക്കെയാ? ഉത്തരാഖണ്ഡുണ്ട്, അത് കണക്കിന് ഉത്തർപ്രദേശും കിടപ്പുണ്ട്, ഇല്ലയോ? 5 സ്റ്റേറ്റുകളാണ് മൊത്തം ഉള്ളത്. അതിനുശേഷം നമ്മൾ പറയുന്നു ഏതെന്ന് പറയപ്പെടുന്നത് ഏതാ? വെസ്റ്റ് ബംഗാൾ എന്താണ്? അതിർത്തി പങ്കിടുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ ഇതാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതാണ്, പക്ഷേ അതിൻ്റെ തുമ്പ് ഇങ്ങോട്ട് കയറി കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ? വെസ്റ്റ് ബംഗാൾ. ഇനി അടുത്ത നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞത് ഏതാ? ബീഹാർ എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ എന്തുകൊണ്ട്? സിക്കിമും എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇത്രയും എന്താണ് സ്ഥലങ്ങളാണ് ഏത്? നമ്മുടെ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നത്. ഏതൊക്കെയാ? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബംഗാൾ, ബീഹാർ, സിക്കിം എന്നിങ്ങനെ 5 സ്റ്റേറ്റുകൾക്ക് എന്തുണ്ട്? നമുക്ക് അതിർത്തി ആരുമായിട്ടുണ്ട്? നേപ്പാളുമായിട്ടുണ്ട്. ഈ 5 സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ 1751 എന്താണ്? ദെൻ കിലോമീറ്ററാണ് എന്ത് ചെയ്യുന്നത്? നേപ്പാളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നേപ്പാളിൻ്റെ അതിർത്തി, ഇന്ത്യ നേപ്പാൾ അതിർത്തി ലൈൻ, ഇല്ലേ? ഇന്ത്യ നേപ്പാൾ ബോർഡർ ലൈൻ എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യ നേപ്പാൾ ബോർഡർ ലൈൻ, ഇന്ത്യ നേപ്പാൾ എന്താണ്? ബോർഡർ ലൈൻ എന്ന് പറയുന്ന എന്താണ്? ശ്രദ്ധിക്കണം. അവിടെ ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾ. ഓക്കെ, ഇന്ത്യ നേപ്പാൾ ബോർഡർ ലൈൻ അത് ഡ്യൂറൻറ്റ് എന്താണ്? ഡ്യൂറൻറ്റ് ലൈൻ എന്ന് എന്താണ്? ആൻസറുണ്ട്. ഡ്യൂറൻറ്റ് ലൈൻ എന്ന് പറയപ്പെടുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബോർഡർ ലൈനെ വേർതിരിക്കുന്ന ലൈനിൻ്റെ പേരും എന്ത് തന്നെയാണ്? ഡ്യൂറൻറ്റ് ലൈൻ എന്ന് തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ഒരു ലൈൻ എന്ന ഏതാണെന്ന് അർത്ഥത്തിൽ ചോദിച്ചാൽ ഇതൊരു മാൻമെയ്ഡ് ആണെന്ന് പറയാം. അതുകൊണ്ടാണ് ഡ്യൂറൻറ്റ് എന്നുള്ള പേര് വന്നത്. ഓക്കെ ആണല്ലോ? എന്നാൽ ഇവിടെ ചില എന്താണ് ഫിസിക്കൽ ബാരിയേഴ്സായിട്ട്
അതായത് എന്താണ് ജിയോഗ്രഫിക്കൽ തന്നെ ചില എന്താണ് ബൗണ്ടറി ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെയും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഏതാണ് ഒരു പർവ്വതം, മൗണ്ടെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ നേപ്പാൾ എന്താണ് അതിർത്തി വഹിക്കുന്ന മൗണ്ടെയിൻ ഏതാണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഓക്കെ ആണല്ലോ, ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഉത്തരങ്ങൾ കടന്നു വരാം. ഒന്നെന്ന് പറയപ്പെടുന്നത് ഏതാ, ഹിമാലയം. ഏതാ, ഹിമാലയം എന്നാണ് വരാം. ഇനി ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏത് വരാം, മഹാഭാരത് പർവ്വത് അതും എന്ത് ചെയ്യാം, അതിർത്തിയായിട്ട് വരാം. ഈ ഹിമാലയത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത് മഹാഭാരത് പർവ്വത്, അതും അതിർത്തിയായിട്ട് പറയാം. എന്നാൽ ചില ഭാഗത്തൊരു നദി എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പറയാം. റിവറിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കാളി എന്ന് പറയപ്പെടുന്ന ഏതാ നദിയും അതിർത്തിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ അനുസരിച്ച്, ചോദ്യം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, അതിൻ്റെ ഓപ്ഷൻസ് അനുസരിച്ച് വേണം നിങ്ങളുടെ ആൻസർ നിങ്ങൾ സെറ്റ് ചെയ്യാൻ. ഓക്കെ, ഡ്യൂറൻ്റ് ലൈൻ അങ്ങനെ കൊടുത്താലും എന്താണ് ചെയ്യുക. അപ്പോൾ ചോയ്സ് എല്ലാം എന്താ, ഇങ്ങനെ ഡ്യൂറൻ്റ് ലൈൻ, മക്മോഹൻ ലൈൻ ഇല്ലയോ എന്ന റാഡ്ക്ലിഫ് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ് ചോയ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡൗട്ട് വരത്തില്ല. ഇനി അതല്ലെങ്കിൽ എന്ത് വരാം, ദാണ്ടെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ബൗണ്ടറീസ് ഏതാണെന്ന് ചോദിക്കാം. ബോർഡർ ലൈൻ, അത് ഹിമാലയം വരാം ആൻസറായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള മഹാഭാരത് പർവ്വത് വരാം. ഇനി ഒരു നദിയുടെ കാര്യം ചോദിച്ചാൽ ഏതും വരാം, കാളി. ഇതെല്ലാം നിങ്ങൾക്ക് ആൻസറായിട്ട് വരുന്നതാണ്. നമ്മളിതെല്ലാം ചെക്ക് ചെയ്ത ആൻസർ, ഇതെല്ലാം നിങ്ങൾക്ക് ആൻസർ കാണാൻ കഴിയും. പക്ഷേ ചോദ്യത്തിനനുസരിച്ച്, ഓപ്ഷനനുസരിച്ച് വേണം നിങ്ങളതിനെ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ, റെഡി ആയില്ലേ, ക്ലിയർ ആയല്ലോ അത്രയും കാര്യങ്ങൾ. അപ്പോൾ നേപ്പാളുമായി ബന്ധപ്പെട്ട് 5 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. 1751 നമ്മളിവിടെ നേപ്പാൾ വരച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒരു പ്ലസ് ഇട്ട് വെച്ചപ്പോൾ ഇന്ത്യയുടെ മാപ്പിൽ ഇത് നമുക്കറിയാം നോർത്താണ്, ഇത് സൗത്താണ്, ഇത് വെസ്റ്റാണ്, ഇത് ഈസ്റ്റാണ്. അപ്പോൾ അതാണ് ഈ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. പൂർണ്ണമായിട്ടും കിഴക്കെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാ ഇവിടെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതെന്ത് വരും, നോർത്ത് ഈസ്റ്റായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്താണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഭാഗം ആയിരുന്നു ബി ചോയ്സ് ആയിട്ടാണ് കിടക്കുന്നത്. ഏത്, നോർത്ത് ഈസ്റ്റ് എന്ന് പറയും. ക്ലിയർ ആയോ അത്രയും നിങ്ങൾക്ക്? നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് എന്താ നമുക്ക് കടക്കാവുന്നതാണ്. യെസ്, മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? മൂന്നാമത്തെ ചോദ്യം എന്നത് കാണാൻ കഴിയുന്നുണ്ടോ? യെസ്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. കിട്ടുന്നുണ്ടോ ചോദ്യം? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ചോദ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്, ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണെന്ന് അർത്ഥം. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ, അത് തന്നെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടതാണ് ഇല്ലയോ, വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ ഇവിടെ ചോദിച്ചു, മലയാളം വകുപ്പ് എന്ന് പറയാം ആർട്ടിക്കിളിന് ഇല്ലയോ, അതാണ് തന്നെ. അല്ലെങ്കിൽ അനുച്ഛേദം എന്ന് പറയാം. എന്താ, അനുച്ഛേദം എന്ന് പറയാം ഇല്ലയോ, അനുച്ഛേദം എന്ന് പറയാം. പിന്നെന്താണ്, ആർട്ടിക്കിൾ, വകുപ്പ്, അനുച്ഛേദം എന്നൊക്കെ പറയാം ഇല്ലയോ. യെസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ദാറ്റ് ആൾ ലോസ്, ചോദ്യം മനസ്സിലാക്കണം, ആൾ ലോസ് ഡിക്ലെയർഡ് ബൈ ദി സുപ്രീം കോർട്ട് then shall be binding all the courts within the territory of India. പേടിക്കേണ്ട കാര്യമില്ല, മലയാളം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ആണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ച എല്ലാ നിയമങ്ങളും ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലുള്ള എല്ലാ കോടതികളെയും ബന്ധിപ്പിക്കുന്നതാണ്, മീൻസ് എല്ലാ കോടതികൾക്കും ബാധകമാണ് എന്ന് പറയുന്നത് ഏത് എന്താണ് ആർട്ടിക്കിളാണെന്നാണ് ചോദിച്ചിരുന്നത്. ആർട്ടിക്കിൾ 140, 141, 142, 143 എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ പലപ്പോഴും മിക്ക ക്ലാസ്സുകളിലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം വരാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ വിശദമായിട്ട് പഠിക്കണം, പ്രത്യേകിച്ച് ആർട്ടിക്കിളുകൾ ഇല്ലയോ. കേരള PSC അല്ലെങ്കിൽ സ്റ്റേറ്റ് PSCയെ പോലെ അല്ല, നിങ്ങൾക്ക് ഏത് ആർട്ടിക്കിൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ചോദിക്കാം. മറ്റേന്ന് പറയപ്പെടുന്നത് കുറേ ലിമിറ്റഡ് ആണ്. ഇവിടെ അങ്ങനെ ലിമിറ്റഡ് അല്ല, ഏത് ആർട്ടിക്കിളിൻ്റെ സബ്ബായിട്ട് വരുന്നതെല്ലാം നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചോ. സെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ആൻസർ അവിടെ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് മടിയൊന്നും വേണ്ട, മറ്റുള്ളവർ കാണും എടുത്തു എന്നൊരു മടിയൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 140 ആർട്ടിക്കിൾ 140 എന്ന് പറയപ്പെടുന്നത്.
അതെന്താണെന്ന് നോക്കാം. 140 ആർട്ടിക്കിൾ 140 ആൻസിലറി എന്താ ആൻസിലറി പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ട്. ഒന്നാമത്തെ കണ്ടോ 140 ആർട്ടിക്കിൾ പറയുന്നത് എന്താണ്? ആൻസിലറി പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ട്. ഈ ആൻസിലറി പവേഴ്സ് എന്ന് പറയുമ്പോൾ അനുബന്ധ അധികാരങ്ങൾ എന്നാണ് മലയാളം. എന്തൊക്കെയോ കാര്യത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള അനുബന്ധകാര്യ അധികാരങ്ങൾ എന്നാണ് ഏതെന്ന് പറയപ്പെടുന്നത് അതിൻ്റെ മലയാളം. സുപ്രീം കോടതിക്കുള്ള അനുബന്ധ അധികാരത്തെ പറ്റി പറയുന്നതാണ്. അപ്പോൾ ആ ടേം നിങ്ങൾ പഠിക്കുക, ആൻസിലറി പവേഴ്സ് എന്നുള്ളത്. ഓക്കെ, അനുബന്ധ അധികാരങ്ങൾ ആണ് ആർട്ടിക്കിൾ 140 പറയുന്നത്. മനസ്സിലായല്ലോ. 141 ഓപ്ഷൻ അതാണ് നമ്മുടെ പ്രസ്തുത ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഏതാ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിളാണ്, അതായത് നമ്മുടെ സുപ്രീം കോടതി നിർമ്മിക്കുന്ന എല്ലാ നിയമങ്ങളും ആൾ ലോസ് പാസ്ഡ് ബൈ ദി സുപ്രീം കോടതി, സുപ്രീം കോടതി പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും എന്താണ് ആർക്കും ബാധകമാണെന്നുള്ളത്. ദെൻ ഷാൾ ബി ബൈൻഡിങ് ആൾ കോർട്സ് വിതിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ മറ്റു കോടതികൾക്കെല്ലാം, കാര്യം സുപ്രീം കോടതിക്ക് മുകളിൽ വേറൊരു കോടതി ഇന്ത്യയിലില്ല. അപ്പോൾ സുപ്രീം കോടതിക്ക് താഴെയാണ് ബാക്കിയുള്ള എല്ലാ കോടതികളും ഉള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സുപ്രീം കോടതി പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും ഇന്ത്യയിലെ മറ്റു കോടതികൾക്കും ബാധകമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു കോടതികളെയും ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയപ്പെടുന്നത്. ഏതാ? നമ്മുടെ രണ്ടാമത്തെ ആർട്ടിക്കിളാണ്, ബി ചോയ്സിലുള്ള ആർട്ടിക്കിളാണ് 141. അതാണ് പ്രസ്തുത ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഒന്നുകൂടെ നോക്കാം, ബാക്കിയുള്ളതും കൂടെ ഒക്കെ നോക്കാം. 142 ആർട്ടിക്കിൾ എന്ന് പറയുന്നത്, 142 ആർട്ടിക്കിൾ പറയുന്നത് എന്താ? എന്താണ്? പവർ ടു ഡിക്ലെയർ മനസ്സിലല്ലോ, അല്ലെങ്കിൽ പവർ ടു പാസ് എന്നർത്ഥം ഇല്ലേ? പാസ്, ദെൻ ലാസ് ആൻഡ് അല്ലെങ്കിൽ ഓർ എന്താണ് ഓർഡേഴ്സ് എന്നോ ഡിക്രി എന്നൊക്കെ പറയാം. എന്തുവാ? ഡിക്രി എന്നൊക്കെ പറഞ്ഞാൽ കോടതി പുറപ്പെടുവിക്കുന്ന എന്താണ് ഓർഡറുകളെയാണ് ഡിക്രി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സുപ്രീം കോടതി പാസ്സാക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഡിക്രീസ്, അതെല്ലാം എന്താണെന്നർത്ഥം? പരമമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ജസ്റ്റിസിന് വേണ്ടിയിട്ട്, ഫോർ കംപ്ലീറ്റ് ജസ്റ്റിസ്. എന്താ? ഫോർ കംപ്ലീറ്റ് എന്താണെന്നുള്ളത് ജസ്റ്റിസും. എന്താണ് സുപ്രീം കോടതിയായാലും മറ്റുള്ള കോടതികളുടെ ആയാലും ലക്ഷ്യം എന്താ? നീതി എന്താണ്? പൂർണ്ണമായിട്ടുള്ള നീതി നടപ്പാക്കുക എന്നാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരങ്ങൾ, ഏത് നിയമങ്ങളും ഏത് എന്താണ് ഡിക്രികളും പുറപ്പെടുവിക്കാൻ ആർക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ 142 ആരുടെ? സുപ്രീം കോടതിയുടെ അധികാരമാണത്. മനസ്സിലായല്ലോ. പിടിയിട്ടേ, ഫോർ കംപ്ലീറ്റ് ജസ്റ്റിസ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏതാ? കംപ്ലീറ്റ് ജസ്റ്റിസ്, ഫോർ കംപ്ലീറ്റ് ജസ്റ്റിസ്, പൂർണ്ണമായിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ട് ഏത് നിയമവും ഏത് ഡിക്രിയും പുറപ്പെടുവിക്കാൻ ആർക്ക് അധികാരമുണ്ട്? സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അതാണ് ഏതെന്ന് പറയപ്പെടുന്നത്? 142 എന്ന് പറയപ്പെടുന്നത്. ഓക്കെ. ഇനി 143 എന്ന് പറയപ്പെടുന്നത് പവർ ഓഫ് ദി പവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓഫ് എന്താണ്? പ്രസിഡന്റ് ആണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രസിഡന്റ് ആണ് എന്നല്ലോ. ടു സീക്ക് എന്ത്? ഒപ്പീനിയൻ. സീക്ക് എന്താണ്? ഒപ്പീനിയൻ ഫ്രം എന്താണ്? സുപ്രീം കോടതി. അതായത് സുപ്രീം കോടതിയിൽ നിന്ന് ചില എന്താണ് അഭിപ്രായങ്ങൾ ആർക്ക് ചോദിക്കാം? പ്രസിഡന്റിന് ചോദിക്കാം. പ്രസിഡന്റിന് അങ്ങനെ ഒരു അധികാരം കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രസിഡന്റ് അങ്ങനെ ചോദിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ ആർക്ക് കൊടുക്കാം? പ്രസിഡന്റിന് കൊടുക്കാം എന്നതിനെ ഇപ്പോൾ 2 രീതിയിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാ? ഒന്ന് പ്രസിഡന്റിന് ചോദിക്കാം എന്ന് പറഞ്ഞേക്കുന്നു, മറ്റൊന്നെന്തുവാ? പ്രസിഡന്റ് ഇങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കാം എന്നുമാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതിക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉപദേശങ്ങൾ കൊടുക്കാം. ആരെ? പ്രസിഡന്റിന്. അങ്ങനെയുള്ള അധികാരമാണ് എന്ന് പറയപ്പെടുന്നത്. ഏതാ? ദെൻ എന്താണ് 143 എന്ന് പറയപ്പെടുന്നത്. ഒപ്പീനിയൻ, പ്രസിഡന്റിന് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം എന്ന അധികാരമാണ് 143 എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ.
144 എന്ന് പറയപ്പെടുന്നത് എന്താണ്? 144 ആർട്ടിക്കിൾ പറയുന്നത് എന്താണ്? മുകളിൽ എഴുതിയിടുകയാണ്. 144 ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അല്ല, ഇന്ത്യയിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട് ഇല്ലയോ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനങ്ങളുണ്ട് ഇല്ലയോ? അതാണ് ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ചിലപ്പോൾ നോൺ ഗവൺമെന്റിലും ഒക്കെ വരാം. അതുപോലെ ഏതാണ്? ദെൻ എന്താണ്? അതോറിറ്റീസും വരാം. എന്താ? അതോറിറ്റീസ്, അധികാരികൾ. അപ്പോൾ ഈ സ്ഥാപനങ്ങളും ഈ അധികാരികളും ആരെ സഹായിക്കണം? ദെൻ പ്രൊവൈഡ് ദെയർ എയ്ഡ് മീൻസ് ഹെൽപ്പ് ഇല്ലയോ ടു സുപ്രീം കോർട്ട്. സുപ്രീം കോടതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നീതിന്യായ സംവിധാനം എന്താണ് നീതിന്യായ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളും അതേ കണക്കിന് അധികാരികളും എന്ത് ചെയ്യണം? സുപ്രീം കോടതിയെ സഹായിക്കണം എന്നാണ് പറഞ്ഞത്. എയ്ഡ് ആണ് ഏതെന്ന് പറയപ്പെടുന്നത്? എയ്ഡ് ടു എന്ത്? സുപ്രീം കോർട്ട്. മനസ്സിലായില്ല? ഈ സ്ഥാപനങ്ങളും അതോറിറ്റികളും എല്ലാം എന്ത് ചെയ്യണം? സുപ്രീം കോടതിയെ സഹായിക്കണം എന്നാണ്. ഏതെങ്കിലും കേസ് സംബന്ധമാകാം, അല്ലെങ്കിൽ എന്താണ് നീതിന്യായ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ സ്ഥാപനങ്ങളും അതോറിറ്റികളും ഒക്കെ എന്ത് ചെയ്യണം? സുപ്രീം കോടതിയെ സഹായിക്കണം എന്ന് പറയുന്നതാണ് ഏത്? 144 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 145 അതുകൂടെ നമുക്ക് പറയാം. ഒരു 145 എന്ന് പറയുന്ന റൗണ്ട് ഫിഗറിൽ നിർത്താം. എളുപ്പമുള്ള ഭാഗമാണ് 145. റൂൾസ് ആൻഡ് പ്രൊസീജിയർ. എന്താ? റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് എന്താണ്? ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ റൂൾസ് ആൻഡ് പ്രൊസീജിയറിനെ പറ്റി പറയുന്നതാണ് ഏത്? 145 എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ 140 തൊട്ട് നമ്മൾ 6 ആർട്ടിക്കിളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പ്രസ്തുത ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നമ്മൾ 6 ചോദ്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ലൊരു ചോദ്യമായിരുന്നു. സുപ്രീം കോടതിയുടെ ചില അധികാരങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നല്ലൊരു ചോദ്യമായിരുന്നു. ഇവിടെ ചില ആൾക്കാരൊക്കെ ആൻസർ പറഞ്ഞിരിക്കുന്നു. എന്താ? ദെൻ ആൻസർ നമ്മുടെ ബി ചോയ്സാണ് 141. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? സംഭവം മനസ്സിലായോ? അതൊക്കെ മനസ്സിലായോ ഇല്ലയോ? അതൊക്കെ നിങ്ങളവിടെ സൂചിപ്പിച്ചേക്കണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നോർത്ത് പോൾ ഇൻ ദി, ചോദ്യം കാണാൻ കഴിയുന്നുണ്ടോ? നോർത്ത് പോൾ ഇൻ ദി എന്താണ്? എർത്ത് ലൊക്കേറ്റഡ് ഇൻ ദി ഡാഷ് ഓഷൻ. നോർത്ത് പോള് ഈ കൊടുത്തിരിക്കുന്നത് ഏത് എന്താണ് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തര ധ്രുവം ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തര ധ്രുവം. ഓക്കെ ആണല്ലോ? യെസ്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആൻസർ ഏതൊക്കെയാണെന്ന് നോക്കണം. ആൻസർ സെറ്റ് ചെയ്തു. അതുകൊണ്ട് ആൻസർ പസഫിക് ഓഷനുണ്ട്, അറ്റ്ലാന്റിക് ഓഷനുണ്ട്, ഇന്ത്യൻ ഓഷനുണ്ട്, അത് കണക്ക് തന്നെ ആർട്ടിക് എന്തെന്ന് ഓഷനുമുണ്ട്. ഇതിനകത്ത് ആൻസർ ഏതാണെന്നാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, യെസ്, നോക്കാം. നമുക്കറിയാം എന്താണ് പസഫിക് ഓഷൻ. ചോയ്സിലേക്ക് നമുക്കൊന്ന് കിടക്കാം. പസഫിക് ഓഷൻ എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം, മാപ്പ് കാണുമ്പോൾ അറിയാം പസഫിക് ഓഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ് വടക്കേ അമേരിക്കയുടെ ആ ഭാഗത്തായിട്ടൊക്കെ കിടക്കുന്നതാണ് ഏത്? പസഫിക് ഓഷൻ. ഇനി കൃത്യമായിട്ട് മാപ്പുകളൊക്കെ ഒന്ന് ചുമ്മാ അത് വെറുതെ ഇരിക്കുമ്പോൾ മാപ്പുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? കൃത്യമായിട്ടൊന്ന് നോക്കി സമുദ്രങ്ങൾ എവിടെയൊക്കെ കിടക്കുന്നു, ഓരോ സമുദ്രത്തിനോടും ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്, രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചുമ്മാ ഒന്ന് അനലൈസ് ചെയ്യണം. ഈ മാപ്പിൻ്റെ എന്താണ് ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പസഫിക് ഓഷൻ എന്ന് പറയപ്പെടുന്നത് നമുക്ക് നോക്കാം. പസഫിക് ഓഷൻ വലിപ്പത്തിൽ 1ാം സ്ഥാനമാണ് ഏതെന്ന് പറയപ്പെടുന്നത്. ഏതാ? പസഫിക് ഓഷൻ. വലിപ്പത്തിൽ 1ാം സ്ഥാനമാണ്. ഏറ്റവും വലിയ എന്താണ് സമുദ്രമാണ് ഏതെന്ന് പറയപ്പെടുന്നത്? പസഫിക് ഓഷൻ. വലിപ്പത്തിൽ 2ാം സ്ഥാനം തന്നെയാണ് ഏതെന്ന് പറയപ്പെടുന്നത്? ഏതാ? അറ്റ്ലാന്റിക് ഓഷൻ. ഓക്കെ, അതും നമ്മൾ വലിപ്പത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. വലിപ്പത്തിൽ 3ാം സ്ഥാനം തന്നെയാണ് ഇന്ത്യൻ ഓഷൻ എന്ന് പറയപ്പെടുന്നത്. ആ ചോയ്സ് അതേപോലെയാണ് നിങ്ങൾക്ക് സൗകര്യപ്രകാരം എന്ത് ചെയ്തിരിക്കുകയാണ്? സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ വലിപ്പത്തിൽ ഏറ്റവും വലിപ്പമുള്ള 5 പ്രധാനപ്പെട്ട സമുദ്രങ്ങളാണ് ഉള്ളത് ഇല്ലയോ? പഞ്ചസമുദ്രങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 1ാം സ്ഥാനം വലിപ്പത്തിൽ പസഫിക് ആണ്, 2ാം സ്ഥാനം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ആണ്, 3ാം സ്ഥാനം എന്താണ്? ഇന്ത്യൻ ഓഷനാണ്, 4ാം സ്ഥാനം എന്താണെന്നുള്ളതാ? ദെൻ ആർട്ടിക് ആണ്, ആർട്ടിക് ഓഷനാണ്, 5ാം സ്ഥാനമാണ് ഏതെന്ന് പറയപ്പെടുന്നത്? ദെൻ അന്റാർട്ടിക്. ഏതാ? അന്റാർട്ടിക്
ഓഷൻ എന്ന് പറയും. 5ാം സ്ഥാനമാണ് ഏത്? അന്റാർട്ടിക് ഓഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കെ, കറക്റ്റ് 5 സമുദ്രങ്ങൾ നമുക്ക് ഓർഡറിന് നോക്കാം. പസഫിക് ഓഷൻ 1ാം സ്ഥാനമാണ് വലിപ്പത്തിൽ. 2ാം സ്ഥാനം അറ്റ്ലാന്റിക് ഓഷനാണ് 2ാം സ്ഥാനം വലിപ്പത്തിൽ. ഇന്ത്യൻ ഓഷനാണ് 3ാം സ്ഥാനം. 4ാം സ്ഥാനമാണ് ഏത്? ആർട്ടിക് ഓഷൻ. ദെൻ 5ാമത്തതാണ് ഏതെന്ന് പറയപ്പെടുന്നത്? അറ്റ്ലാന്റിക് ഓഷനാണ്, അന്റാർട്ടിക് ഓഷനാണ് ഏതെന്ന് പറയുന്നത് 5ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഭാഗം നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പസഫിക് ഓഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഡീപ്പസ്റ്റ് എന്താണ് പ്ലേസ് എന്നൊക്കെ പറയാം, ഏരിയ എന്നൊക്കെ പറയാം. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും എന്താണ് ആഴം കൂടിയ ഭാഗം, അതാണ് ഏതെന്ന് പറയപ്പെടുന്നത്? ചലഞ്ചർ ഡീപ്പ് എന്നാണ് അതിൻ്റെ പേര്, ഇല്ലയോ? ചലഞ്ചർ ഗർത്തം എന്ന് പറയും. ഏതാ? ചലഞ്ചർ ഗർത്തം. എവിടത്തെയാ? പസഫിക് ഓഷനാണ്. അടുത്ത അറ്റ്ലാന്റിക് ഓഷനിലുണ്ട് അതേ കണക്ക്. അതെന്താണ്? മിൽക്കി വോക്കി. ഏതാ? മിൽക്കി വോക്കി ഡീപ്പാണ് എന്ന് പറയപ്പെടുന്നത്. ഏതാ? അറ്റ്ലാന്റിക് ഓഷൻ്റെ അകത്ത് ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ഏത്? മിൽക്കി വോക്കി ഡീപ്പ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ 2 സമുദ്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ആഴത്തിലുള്ള ഭാഗവും നമ്മൾ പഠിച്ചു. ചലഞ്ചർ ഡീപ്പ് എന്ന് പറയപ്പെടുന്നത് പസഫിക്കാണ്. ദെൻ മിൽക്കി വോക്കി എന്ന് പറയപ്പെടുന്നത് അറ്റ്ലാന്റിക് ഓഷനിലുമാണെന്ന് പഠിച്ചു. അടുത്ത ഇന്ത്യൻ ഓഷനിലേക്ക് വരികയാണ്. ഇന്ത്യൻ മഹാസമുദ്രം. അത് നമുക്ക് പറയാം എന്ന് പറയപ്പെടുന്നത് ജാവ ട്രഞ്ച്. ഏതാ? ജാവ ട്രഞ്ച് എന്നാണ്. ജാവ എന്താണ്? ഗർത്തം എന്നാണ്. എവിടുത്തെ? ഇന്ത്യൻ ഓഷൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും ആഴം കൂടിയ ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. ഏതാ? ജാവ ട്രഞ്ച് എന്താണ്. ഇനി ആർട്ടിക് ഓഷൻ്റെ അകത്ത് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ആർട്ടിക് ബേസിൻ ആണ്. ബേസിൻ. ഓക്കെ ആണല്ലോ? ബേസിൻ. ഇനി അന്റാർട്ടിക്കിൻ്റെ പറയുമ്പോഴോ ഏറ്റവും ആഴം കൂടിയ അന്റാർട്ടിക്കിലെ ഭാഗം എന്ന് പറയപ്പെടുന്നത് ഏതാണ്? അത് സൗത്ത് സാൻഡ്വിച്ച് ഡീപ്പ് എന്നാണ്. സൗത്ത് സാൻഡ്വിച്ച് ഡീപ്പാണ്. ഓക്കെ ആണല്ലോ? അത്രയും കാര്യങ്ങൾ റെഡിയായി. പസഫിക് ഓഷന് 1ാം സ്ഥാനം, 2ാം സ്ഥാനം അറ്റ്ലാന്റിക്, 3ാം സ്ഥാനം ഇന്ത്യൻ ഓഷൻ, 4ാം സ്ഥാനം ആർട്ടിക് ആൻഡ് ലാസ്റ്റ് 5ാമത്തെ സ്ഥാനമാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? അറ്റ്ലാന്റിക്കിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെയാണ്, റെഡിയായി, നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കാം ചലഞ്ചർ ഡീപ്പ് പസഫിക് ഓഷൻ. ഇതിൻ്റെ ആകൃതി എന്ന് പറയപ്പെടുന്ന ഷേപ്പ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഷേപ്പാണ്. ഷേപ്പ് എന്ന് പറയപ്പെടുന്നത് ട്രയാങ്കിൾ ഇൻ ഷേപ്പാണ് ഏതെന്ന് പറയപ്പെടുന്നത്? പസഫിക് ഓഷൻ. എഴുതുന്നില്ല, അങ്ങനെ വരച്ചു വെച്ചേക്കാണ്. അറ്റ്ലാന്റിക് എന്ന് പറയപ്പെടുന്നതിൻ്റെ ആകൃതി എന്ന് പറയപ്പെടുന്നത് എന്താണ്? എസ് ആകൃതിയിലാണ് അത് കിടക്കുന്നത്. ഇന്ത്യൻ ഓഷൻ എന്ന് പറയപ്പെടുന്ന പ്രത്യേകിച്ച് ആകൃതിയല്ല പറയുന്നത്, ഷേപ്പ് അല്ല പറയുന്നത്. അതിന് പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് എന്താ? ദ നെയ്മഡ് എന്ത്? ആഫ്റ്റർ ഇന്ത്യ എന്നിങ്ങനെ എഴുതിയെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ പേരിൽ, ഇന്ത്യയുടെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം ആണ് ഏതെന്ന് പറയപ്പെടുന്നത്? ഇന്ത്യൻ ഓഷൻ എന്നത്. ഓക്കെ ആണല്ലോ? അതാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. നെയ്മഡ് ആഫ്റ്റർ ഇന്ത്യ. ഇന്ത്യയുടെ പേരിലാണ് ഏത് സമുദ്രം അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഓഷൻ അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി ആർട്ടിക് ഓഷൻ എന്നതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഷേപ്പ് എന്ന് പറയപ്പെടുന്നത് ഡി ഷേപ്പിലാണ് അത് ഉള്ളത്. ഇത് എസ് എന്ന് പറയപ്പെടുന്ന ഷേപ്പിലാണ് ഉള്ളത്. ഇത് ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ എന്ന് പറയപ്പെടുന്നതാണ് എന്ന് പറയപ്പെടുന്നത്. ഇനി അന്റാർട്ടിക് ഓഷൻ്റെ പ്രത്യേകത എന്താണ്? ഇതിനെയാണ് സതേൺ, ഇവിടെ സൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, സതേൺ ഓഷൻ എന്നറിയപ്പെടുന്നത്. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഏതാ? അന്റാർട്ടിക് എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയപ്പെടുന്നത് നോർത്ത് പോളിൽ ഉള്ളത് ഏതാണെന്നുള്ളത് അറ്റ്ലാന്റിക് ഓഷനാണ് എന്ന് പറയപ്പെടുന്നത്. ഏതാ? അറ്റ്ലാന്റിക്. മനസ്സിലായല്ലോ ആൻസർ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏതാ? അറ്റ്ലാന്റിക് ഓഷൻ. ഇപ്പം ദക്ഷിണ ഭാഗത്തായിരുന്നെങ്കിൽ, സൗത്ത് പോളിലായിരുന്നെങ്കിൽ ഏത് വന്നേനെ ആൻസർ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ അന്റാർട്ടിക് ഓഷൻ വന്നേനെ. ഓക്കെ ആണല്ലോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സതേൺ ഓഷൻ എന്ന അതിന് വിശേഷണ പേരുള്ളത്. സതേൺ ഓഷൻ ഏതാ? അന്റാർട്ടിക് ഓഷനാണ്.
ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഏരിയയിൽ പഠിക്കാനുള്ളത് കുറേ ദ്വീപുകളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും ഈ സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ടും. മനസ്സിലായ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്, 5ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദ ഫേമസ് അറബിക് സ്കോളർ, ചോദ്യം ഒന്ന് വായിച്ചു നോക്കണേ. അറബിക് സ്കോളർ ദൻ അൽബറൂണി കെയിം ടു ഇന്ത്യ ഇൻ 11th century AD. ദെൻ വിത്ത് ആരുമായിട്ടാണ് അല്ലെങ്കിൽ ആർക്കൊപ്പമാണ് അറബി സഞ്ചാരിയായിരുന്ന ആര് അല്ലെങ്കിൽ പണ്ഡിതനായിരുന്ന അൽബറൂണി ഇന്ത്യയിലേക്ക് വന്നത്? നിങ്ങൾ ആൻസർ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ആൻസർ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻസർ സെറ്റ് ചെയ്ത് വെക്കുക. കിട്ടുന്നുണ്ടോ? 4 ചോയ്സ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്, ചോയ്സ് ചെയ്യാമെന്ന് പറയാം. അൽത്താജിൻ എന്ന് പറയപ്പെടുന്ന ഒരു ചോയ്സ് ഉണ്ട്. മുഹമ്മദ് ഗസ്നി എന്ന് പറയപ്പെടുന്ന ഒരു ചോയ്സ് ഉണ്ട്. മുഹമ്മദ് ഘോറി എന്ന് പറയപ്പെടുന്ന ചോയ്സ് ഉണ്ട്. മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയപ്പെടുന്ന ഒരു ചോയ്സും ഉണ്ട്. നിങ്ങൾ ആൻസർ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. മുഹമ്മദ് അൽത്താജിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, മനസ്സിലല്ലേ? ഓക്കെ, ദെൻ മുഹമ്മദ് ഗസ്നി നമുക്കറിയാം. മുഹമ്മദ് ഗസ്നി നമുക്കറിയാം പലതവണ ഇന്ത്യ ആക്രമിച്ച ഒരു വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ആരാ? മുഹമ്മദ് ഗസ്നി എന്ന് പറയപ്പെടുന്നത്. ആരാ? മുഹമ്മദ് ഗസ്നി, ഇല്ലയോ? മുഹമ്മദ് ഗസ്നിയാണ് എന്ന് പറയപ്പെടുന്നത് പലതവണ ഇന്ത്യ ആക്രമിച്ച ഒരു വ്യക്തിയാണ്. ആരെന്ന് പറഞ്ഞാൽ ആരാ? മുഹമ്മദ് ഗസ്നി. ദെൻ അദ്ദേഹത്തിൻ്റെ ആക്രമണ കാലഘട്ടം തന്നെ ഏതാണെന്നുള്ളത് ഈ പറയുന്ന 11ാം നൂറ്റാണ്ടിലേക്കൊക്കെ കടക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നത്, ഇല്ലയോ? മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയപ്പെടുന്ന അതിനു മുന്നേ ആക്രമണം നടത്തിയൊരു വ്യക്തിയായിരുന്നു. മുഹമ്മദ് ഘോറി നമുക്കറിയാം. ഇതിനൊക്കെ ശേഷം വരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു, ആക്രമണകാരിയായിരുന്നു മുഹമ്മദ് ഘോറി എന്ന് പറയപ്പെടുന്നത്, ഇല്ലയോ? അതിന് ശേഷമൊക്കെയാണ് ഇവിടെ സ്ലേവ് ഡൈനാസ്റ്റി, ഡൽഹി സുൽത്താനറ്റൊക്കെ ആരംഭിക്കുന്നത് നമുക്കറിയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. ദെൻ അൽബറൂണി എന്ന് പറയപ്പെടുന്നത്, അൽബറൂണി ഇദ്ദേഹം എന്താണ് ജനിക്കുന്നതെന്ന് പറയപ്പെടുന്നത്? അൽബറൂണി അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയപ്പെടുന്നത് ബോൺ ഇൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 973 ആരുടെ ജനനം എന്ന് പറയപ്പെടുന്നത്? ആരുടെയാ? ദെൻ അൽബറൂണി എന്ന് പറയപ്പെടുന്ന അറബിക് പണ്ഡിതൻ്റെ ജനനം. ഓക്കെ ആണല്ലോ? അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയപ്പെടുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ, എവിടെയാ? ഉസ്ബെക്കിസ്ഥാനിലെ ക്വാരിസം എന്ന് പറയപ്പെടുന്നത്. ഏതാ? ക്വാരിസം എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? ആരാ? ക്വാരിസം. എന്താ? ക്വാരിസം എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഉസ്ബെക്കി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, ബാക്കി അവിടെ കിടപ്പുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലെ ക്വാരിസം എന്ന് പറയുന്ന സ്ഥലത്ത് 973 ആര് ജനിച്ചേക്കുന്നത്? നമ്മുടെ അറബിക് പണ്ഡിതനായ അൽബറൂണി എന്ത് ചെയ്തത്? ജനിച്ചത്. ഓക്കെ ആണല്ലോ? ഇതകത്ത് എന്താണെന്നുള്ള ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയായിരുന്നു. ദെൻ ഇന്ത്യയിലെത്തിയത് ഹി റീച്ച്ഡ് എന്താണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത് എന്നാണ് 1017 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. 1017 എന്ന് പറയുമ്പോൾ എത്രാം നൂറ്റാണ്ടാണ്? 11th സെഞ്ചുറിയാണ്. എത്രാം നൂറ്റാണ്ടാണ്? 11th സെഞ്ചുറിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യ ആക്രമിച്ച വ്യക്തിയായ മുഹമ്മദ് ഗസ്നിയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇന്ത്യയിലേക്ക് ആരെ ക്ഷണിച്ചു കൊണ്ടുവന്നത്? നമ്മുടെ ഇദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്നത് ആരാന്നുള്ളതാ? മുഹമ്മദ് ഗസ്നിയാണ് കൊണ്ടുവന്നത്. ഓക്കെ ആണല്ലോ? റെഡിയായി. ഇനി അടുത്ത കാര്യം പറയും. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്, ബുക്കാണ് എന്ന് പറയപ്പെടുന്നത്. ബുക്കാണ് കിതാബ് അൽ റഹ്ല എന്ന് കിതാബ് അൽ ഹിന്ദ് എന്ന് പറയുന്നത്. ഏതാ? ഹിന്ദ്. കിതാബ് അൽ ഹിന്ദ് എന്ന് പറയപ്പെടുന്ന കൃതി. കിതാബ് അൽ ഹിന്ദ് മനസ്സിലായോ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ആരുടെ എന്ന് പറയപ്പെടുന്നത്? ദെൻ അൽബറൂണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ഏത്? കിതാബ് അൽ ഹിന്ദ് എന്ന് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് വേറൊരു പേരിൽ, വിശേഷണ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ദെൻ ഫാദർ ഓഫ് ജിയോഡസി എന്ന് പറയുന്നു. ജിയോഡസി എന്ന് പറഞ്ഞാൽ വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്.
ഭൂമിയുടെ ആകൃതി, അതിൻ്റെ അളവ്, അത് ചുറ്റളവെന്നൊക്കെ പറയത്തില്ലേ, ഇതുമായി ബന്ധപ്പെട്ട ഒരു സയൻസാണ് ഏതെന്ന് പറയപ്പെടുന്നത്, ജിയോഡ്സി എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയപ്പെടുന്നത്, ആരാ, അൽബറൂണി. ഓക്കെ ആണല്ലോ. അപ്പോൾ അൽബറൂണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജനനം 973 ഉസ്ബെക്കിസ്ഥാനിലെ ക്വാരിസം എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. 1017 ഈ സംഖ്യയൊക്കെ ശ്രദ്ധിക്കുക, തിരിഞ്ഞു പോകുന്നതാണ്. 1017 അദ്ദേഹം ഇന്ത്യ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കാണ് കിതാബ് എന്താണ്, അൽ ഹിന്ദ് എന്ന് പറയുന്നത്. എന്താ, ഹിന്ദ്. ഓക്കെ ആണല്ലോ. ഫാദർ ഓഫ് ജിയോഡ്സി എന്ന് പറയുന്നത്, ജിയോഡസി എന്നാണ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ഒരു ചാനലാണ്. അപ്പോൾ ഇതിനകത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിവിടെ കോഴ്സ് ഏതൊക്കെ തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നു എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിനകത്തൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, ഈ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എന്ത് ചെയ്യുക, ഇത് ഭാഗമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. യെസ്, ഇത് നമ്മുടെ എന്താണ് RPFൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആഴ്ച 7 ദിവസവും ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. ഓരോ വിഷയത്തിനും അതുമായി ബന്ധപ്പെട്ട അധ്യാപകരായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. ഓക്കെ, പിന്നെ ആവശ്യമായ എല്ലാ മെറ്റീരിയലും, സ്റ്റഡി മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. എൻ്റെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഇതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. ദെൻ അടുത്ത നമ്മൾ RPFൻ്റെ ആണ്. ദെൻ കോൺസ്റ്റബിൾ ആൻഡ് SI. ദെൻ ഓൺലൈൻ ക്ലാസ്സുകളാണ് പറഞ്ഞേക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ദെൻ അതിൻ്റെ കോഴ്സ് ഫീ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, 2500 രൂപയാണ്. ഓക്കെ, 2500 രൂപയാണ് കോഴ്സ്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ നമ്പറിൽ വിളിച്ച് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് ഷെയർ മാരിടൈം ബൗണ്ടറി വിത്ത് ഇന്ത്യ? താഴെ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങൾ, നിങ്ങൾ ചോയ്സ് കാണാൻ കഴിയുന്നുണ്ടോ? താഴെ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യമാണ്, അല്ലെങ്കിൽ ഏതാണ് ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ്? സമുദ്ര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ്? ചോയ്സ് എ ചോയ്സ് മാൽദീവ്സ് ഉണ്ട്, ബി ചോയ്സ് ഫിലിപ്പൈൻസ് ഉണ്ട്, അങ്ങനെ സി എന്താണ് ഫിജി ഉണ്ട്, ആൻഡ് ദ ലാസ്റ്റ് വൺ എന്താണ് ഭൂട്ടാൻ. ഇങ്ങനെ 4 ചോയ്സ് നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രാജ്യങ്ങളുടെ പേര് എവിടെയൊക്കെ ഉള്ളവരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ പറയുന്നത്. മാപ്പ് നിങ്ങൾ നന്നായിട്ടൊന്ന് വർക്ക് ചെയ്താൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. എന്നാലും നിങ്ങളുടെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ, ആൻസർ സെറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഇന്ത്യ നമുക്ക് നോക്കാം, ഇന്ത്യയുടെ മാപ്പ് നോക്കാം. അപ്പോൾ സമുദ്രാതിർത്തിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഗുജറാത്തിൻ്റെ ഈ ഭാഗം നോക്കി ഇങ്ങനെ കിടക്കുന്ന ഈ ഭാഗമാണ് നമുക്ക് വേണ്ടുന്നത്. സമുദ്രാതിർത്തി എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് കിടക്കുന്നത്. മനസ്സിലായല്ലോ. ഇവിടെ ഇത്രയുമാണ് നമുക്ക്. അറേബ്യൻ സീ ആണ് ഇവിടെ വരുന്നത്. ഇത് ബേ ഓഫ് ബംഗാളാണ് ഇവിടെ വരുന്നത്. ഇന്ത്യൻ ഓഷനാണ് ഇവിടെ വരുന്നത്. നമുക്കറിയാം ഇല്ലയോ? ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ചിത്രം കിട്ടുന്നുണ്ടോ? ഓക്കെ, കിട്ടുന്നുണ്ടോ? യെസ്, നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാപ്പ്. നിങ്ങൾക്ക് ചോദ്യം മൊത്തം കിട്ടുന്നുണ്ടോ? ചോദ്യം ചിലപ്പോൾ അങ്ങോട്ടങ്ങും ആയിപ്പോകും, അതുകൊണ്ടാണ് ഞാൻ. കിട്ടുന്നുണ്ടോ? യെസ്, തൽക്കാലത്തേക്ക് അങ്ങനെ ഇരിക്കട്ടെ. ഈ മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാപ്പ്. അറേബ്യൻ സീ ആണ്, ഇന്ത്യൻ ഓഷനാണ്, ബേ ഓഫ് ബംഗാളാണ് എന്ന് ഓർക്കുക. കിട്ടിയേ. ഇനി നമുക്ക് നോക്കാം, ഇന്ത്യയുടെ ഈ പറയുന്ന ഇവിടം മുതൽ കണ്ടോ, ഇവിടം മുതൽ ഇങ്ങോട്ട് കിടക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞത്, ഏതാ? ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എന്ന് പറയുന്നത് അത്രയും ഭാഗമല്ലയോ? ഒരു കുഴപ്പവും കൂടാതെ നമുക്കറിയാൻ പറ്റും, ഇതാണ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എന്ന് പറയുന്ന ഭാഗം. ഇത്രയും ഭാഗമാണ്. ഓക്കെ, അത് ഏകദേശം എത്രത്തോളം വരുന്നതാണ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എന്ന് പറയപ്പെടുന്നത്? ഓക്കെ, ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എന്ന് പറയപ്പെടുന്നത് ഫുൾ കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞ ലൈൻ എന്ന് പറയപ്പെടുന്നത് 7516 എന്നല്ലേ, 7516
7516 എന്താണ് കിലോമീറ്റർ, സോറി 0.6 കിലോമീറ്ററാണ്. 7516.6 കിലോമീറ്ററാണ് ഏതെന്ന് പറയപ്പെടുന്നത്. അത് ഏകദേശം നമുക്ക് ഒരു 8000-ൻ്റെ അടുത്ത് വരും എന്നർത്ഥം. 7000, ഇവിടെ പോയിന്റ് കണ്ട് 0.6 എന്ന് പറയപ്പെടുന്നുണ്ട്, 0.6 ആണ് ഇല്ലേ. 7516.6 കിലോമീറ്റർ ആണ് ഏതെന്ന് പറയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഫുൾ സമുദ്ര അതിർത്തി. അവിടെ ഫുൾ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മാറിയൊക്കെ നമ്മുടെ ദ്വീപുകളൊക്കെ കിടപ്പുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും മറ്റുമൊക്കെ കിടപ്പുണ്ട്. അതും കൂടെ ഒക്കെ ചേർത്ത് എടുക്കുമ്പോൾ ഉള്ളതാണ് ഏതെന്ന് പറയപ്പെടുന്നത് ഈ 7000. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 7500 ഏകദേശം വരുന്നതോ അതല്ലെങ്കിൽ 8000 എന്നൊക്കെ പറയുന്നതായിരിക്കും ഏതെന്ന് പറയുന്നത് ആൻസർ. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഒരു 0.6 വരുന്നത് ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ആൻസർ വരുന്നത് 7516 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്നാൽ ഈ പെനിൻസുലാറിൻ്റെ ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ കിടക്കുന്ന ദ്വീപുകളൊക്കെ അങ്ങ് നമ്മളെ വിട്ട്, നമ്മുടെ ദ്വീപുകളൊക്കെ നമ്മളങ്ങ് വിട്ട്, എന്നിട്ട് പെനിൻസുലാറിൻ്റെ മാത്രം എടുക്കുകയാണെങ്കിൽ പെനിൻസുലാറിൻ്റെ ഉപദ്വീപീയ ഇന്ത്യയുടെ മാത്രം എടുക്കുമ്പോൾ ഏകദേശം അത് 6100 കിലോമീറ്ററാണ് അത് വരുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് ഇവിടുത്തെ കിടക്കുന്ന ഈ സാധനമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങ് ഒഴിവാക്കി. അപ്പോൾ അവിടുത്തെ സമുദ്രാതിർത്തി നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന എത്ര, 6100 കിലോമീറ്ററാണ് നമുക്ക് അതിർത്തി കിട്ടുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എവിടെയൊക്കെ എന്ന് തോന്നുന്നത്, അതായത് ഇവിടുന്ന് നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യം ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത്. ആ പാകിസ്ഥാനുമായിട്ട് നമുക്ക് എന്തുണ്ട്, സമുദ്ര അതിർത്തി ഉണ്ട്. അല്ല, കുറച്ച് സമുദ്ര അതിർത്തി ആരുമായിട്ടുണ്ട്, പാകിസ്ഥാനുമായിട്ട് ഉണ്ടെന്നർത്ഥം. ആരുമായിട്ടുണ്ട്, പാകിസ്ഥാനുമായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് കറങ്ങി വന്നാൽ ഇവിടെ അഫ്ഗാനിസ്ഥാൻ കിടപ്പുണ്ട്, പക്ഷേ സമുദ്രാതിർത്തി ഇല്ല. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് നമുക്ക് ഇനി ഇവിടെ വരണം. ഇനി കിഴക്ക് ഭാഗത്ത് വന്നാൽ ഇവിടെ ഒന്നും സമുദ്രമില്ലെന്ന് നമുക്കറിയാം. ഇനി കിഴക്ക് ഭാഗത്ത് വരുമ്പോൾ നമുക്ക് അവിടുന്ന് ആരെ കിട്ടും, ബംഗ്ലാദേശ് എന്ന് പറയപ്പെടുന്ന, ബംഗ്ലാദേശ് അറിയാമല്ലോ, ബംഗ്ലാദേശ് എന്ന് പറയപ്പെടുന്ന രാജ്യത്ത് നമുക്ക് കിട്ടും, സമുദ്രാതിർത്തി ഉണ്ട്. അതിനുശേഷം അടുത്ത നമ്മൾ വരുന്നു, അവിടെ തന്നെ ഇവിടെ തന്നെ കിടപ്പുണ്ട്, ഇവിടെ തന്നെ മ്യാൻമർ എന്ന് പറയപ്പെടുന്ന, മ്യാൻമർ എന്ന് പറയപ്പെടുന്ന സ്ഥലം കിടപ്പുണ്ട്. 3 രാജ്യങ്ങളായി, സമുദ്രാതിർത്തിയാണ്. പിന്നെ തെക്കോട്ട് കറങ്ങി വരുമ്പോൾ അവിടാണ് ബാക്കിയുള്ളവരെല്ലാം കിടക്കുന്നത്. ശ്രീലങ്ക കിടപ്പുണ്ട്, ശ്രീലങ്ക കിടപ്പുണ്ട്. ദെൻ ഇന്തോനേഷ്യ കിടപ്പുണ്ട്, പിന്നെന്താ തായ്ലൻഡ് കിടപ്പുണ്ട്. തായ്ലൻഡ് കിടപ്പുണ്ട്. അത് കണക്കിന് മാൽദീവ്സും കിടപ്പുണ്ട്. മാൽദീവ്സും കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്ന രാജ്യം എത്രയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, 3, 3, 3, 6, 1, 7 രാജ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തിയുള്ള രാജ്യങ്ങൾ. എത്ര പേരാണ്, 7 പേരാണ് നമുക്ക് ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി ഉള്ളത്. ക്ലിയർ ആയല്ലോ. 9 സ്റ്റേറ്റുകൾ, എത്ര സ്റ്റേറ്റുകളാ, 9 സ്റ്റേറ്റുകളും എന്തുണ്ട്, നമുക്ക് സമുദ്രാതിർത്തി പങ്കുവെക്കുന്ന 9 സ്റ്റേറ്റുകളും ഉണ്ട്. 9 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ഇല്ലയോ, 9 സ്റ്റേറ്റുകൾ നമുക്ക് നോക്കാം, ഒന്ന് എഴുതി നോക്കാം, കിട്ടുന്നു നോക്കാം ഏതൊക്കെയാണെന്ന്. നമുക്ക് ഒന്നാമത്തെ നോക്കാം, ഏത്, ഗുജറാത്ത് ഉണ്ട് ഇല്ലയോ, ഗുജറാത്ത്. രണ്ടാമത്തെ നോക്കാം നമുക്ക് എന്ന് പറയുന്നത് ഗോവയുണ്ട്. മൂന്നാമത്തെ നമുക്ക് നോക്കാം ഏത്, മഹാരാഷ്ട്രയുണ്ട്. മഹാരാഷ്ട്രയുണ്ട്. നാലാമത്തെ നമുക്ക് നോക്കാം എന്ന് പറയപ്പെടുന്നത് കർണാടകയുണ്ട്. കർണാടകയുണ്ട്. ദെൻ അഞ്ചാമത്തെ നമുക്ക് നോക്കാം എന്ന് പറയപ്പെടുന്നത് കേരളമുണ്ട്. കേരളമുണ്ട്. ആറാമത്തെ നമുക്ക് നോക്കാം തമിഴ്നാടുണ്ട്. ഏഴാമത്തെ നമുക്ക് നോക്കാം എന്ന് പറയുന്നത് ദെൻ ആന്ധ്രാപ്രദേശുണ്ട്. എട്ടാമത്തെ നമുക്ക് നോക്കാം ഒഡീഷയുണ്ട്, ഒഡീഷ. ഒൻപതാമത്തെ നമുക്ക് നോക്കാം എന്ന് പറയുന്നത് ബംഗാളുമുണ്ട്. വെസ്റ്റ് ബംഗാൾ. ഇങ്ങനെ 9 സ്റ്റേറ്റുകൾക്ക് നമ്മൾ എന്തുണ്ട്, സമുദ്രാതിർത്തിയുണ്ട്. ഈ സമുദ്രാതിർത്തിയിൽ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്, ഗുജറാത്താണ്. ഏറ്റവും കുറവ് ഏതാണെന്ന് ചോദിച്ചാൽ ഗോവയുമാണ്. അത് ചെറിയ സ്റ്റേറ്റാണ്, അതുകൊണ്ട് അത്രയും ഭാഗത്തെ സമുദ്രമുള്ളൂ. സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ആരാന്നുള്ളത് തമിഴ്നാടാണ്. തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. തമിഴ്നാട്. ദക്ഷിണ ഇന്ത്യയിൽ തീരപ്രദേശം ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണ് എന്ന് പറയുന്നത് തെലുങ്കാന. തെലുങ്കാന. ഓക്കെ ആണല്ലോ. ഇതിൽ നമുക്കറിയാം ഇവിടെ അറബിക്കടലാണ്, ഇപ്പുറത്ത് ഇന്ത്യൻ ഓഷനാണ്, ഇപ്പുറത്ത് എന്താണെന്നുള്ള ബേ ഓഫ് ബംഗാളാണ്. ഇത് മൊത്തവും അതിർത്തിയായിട്ട് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് ആരെന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്.
അതായത് പടിഞ്ഞാറ് സൈഡ് വരുമ്പോൾ 6 സ്റ്റേറ്റുകളും കിഴക്കേ സൈഡ് വരുമ്പോൾ എന്താണെന്നുള്ളത്, കിഴക്കേ സൈഡ് വരുമ്പോൾ 4 സ്റ്റേറ്റുകളുമാണുള്ളത്. അപ്പോൾ 6 4 10 വരേണ്ടത്. പക്ഷെ നമുക്കിവിടെ 9 സ്റ്റേറ്റുകളുണ്ട്. തമിഴ്നാട് 2 ഭാഗത്തായിട്ടും കിടക്കുന്നതാണ്. ഇവിടം വരെ കേരളമാണെങ്കിൽ ബാക്കിയുള്ള ഭാഗം തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാടിന് അറേബ്യൻ സീയുടെയും വരുന്നുണ്ട്, ഇപ്പുറത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും വരുന്നുണ്ട്, ഇപ്പുറത്ത് ബേ ഓഫ് ബംഗാളിൻ്റെയും വരുന്നുണ്ട്. അത് 3 വരുന്നതാണ് ആരെന്ന് പറയപ്പെടുന്നത്, തമിഴ്നാട്. ക്ലിയർ ആയേ? അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണെന്നുള്ളത്, ഇവിടെ ഫിലിപ്പൈൻസ് വരത്തില്ല. ഫിലിപ്പൈൻസ് ഒക്കെ അങ്ങോട്ട് മാറിക്കിടക്കുന്നതാണ്, കിഴക്കോട്ട് മാറിക്കിടക്കുന്ന രാജ്യങ്ങളാണ്. ഫിജി വരത്തില്ല. ഭൂട്ടാനൊക്കെ നമ്മുടെ ഇന്ത്യയിൽ മേലോട്ട് മാറിക്കിടക്കുന്ന രാജ്യമാണ്, അയൽ രാജ്യമാണ്. നമ്മുടെ ആൻസർ ഏതാണെന്നുള്ളത് മാലദ്വീപ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ആൻസറായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? പിടികിട്ടിയ നമ്മുടെ ആൻസർ പിടികിട്ടി കഴിഞ്ഞല്ലോ. പ്രസ്തുത ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയപ്പെടുന്നത് എത്ര ആണെന്നുള്ളതാണ്, മാലദ്വീപ്സാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് എന്ത് ചെയ്യുന്നു, നിങ്ങൾ മാപ്പ് വർക്ക് ബേസ് തുടങ്ങുമ്പോൾ തന്നെ മാപ്പ് വർക്ക് ഒന്ന് ചെയ്ത് പഠിച്ചിരിക്കണം. ഇന്ത്യയുടെയും നൈബറിങ് കൺട്രീസിൻ്റെയും ആവശ്യം ആയിട്ടുള്ള കുറച്ച് വേൾഡിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ചോയ്സിനകത്ത് നിന്നൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് കളഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറിലേക്ക് എത്താൻ കഴിയും എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, വീണ്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഇല്ലയോ? പ്രൊവൈഡ്സ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ടു സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷണൽ 2-3 കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഇവിടെ, ഇല്ലയോ? ചോദ്യം 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ചുമ്മാ എടുത്ത് വെച്ചങ്ങ് ആൻസർ ചെയ്യരുത്. കാര്യം ചോയ്സ് നമുക്ക് പല ചതികളും ചോയ്സിനകത്തൊക്കെ കാണും. ഇവിടെ നോക്കാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നോക്കേ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. എന്നുവെച്ചാൽ എന്താ, ഭരണഘടനാപരമായ പ്രതിവിധി അല്ലെങ്കിൽ പരിഹാരത്തിനുള്ള അവകാശം നൽകുന്നത് ഏതാണ്? അത് എടുത്തു പറയുന്നുണ്ട്, ഏത്? സുപ്രീം കോടതി എന്ന് പറയുന്നുണ്ട്. അല്ലാത്ത കോടതികളും ഉണ്ട്. ചോയ്സ് ഏതൊക്കെയാണെന്ന് നോക്കേ. ആർട്ടിക്കിൾ 32 കൊടുത്തിട്ടുണ്ട്, 226 കൊടുത്തിട്ടുണ്ട്, ആർട്ടിക്കിൾ 37 കൊടുത്തിട്ടുണ്ട്, 246 കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ചോയ്സ് അതേ കണക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയോ എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം. അല്പമെങ്കിലും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുള്ളവർക്ക് കുഴപ്പങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. ആർട്ടിക്കിൾ 32, ദെൻ ആർട്ടിക്കിൾ 226, ആർട്ടിക്കിൾ 37, ആർട്ടിക്കിൾ 246. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ആർട്ടിക്കിൾ 32 ഇല്ലയോ? ആർട്ടിക്കിൾ 32 എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്കൊന്ന് പോട്ടെ. ആർട്ടിക്കിൾ 32 എന്ന് പറയപ്പെടുന്നത് എന്താ? സുപ്രീം കോർട്ട് ഭരണഘടനാ പ്രതിവിധിക്കുള്ളതാണെന്നാണ് പറഞ്ഞേക്കുന്നത്, ഇല്ലയോ? ഭരണഘടനാ പ്രതിവിധി എന്ന് പറയുമ്പോൾ നമുക്ക് കോടതികളിൽ, സുപ്രീം കോടതിയിൽ പോകാം. അതേ കണക്കിന് അതായത് റിട്ട് പുറപ്പെടുവിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഇല്ലയോ? ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം, റിട്ട് പുറപ്പെടുവിക്കുക. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് തടസ്സമുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് എവിടെ പോകാം? സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ എവിടെ പോകാം? ഹൈക്കോടതിയിലോ പോകാൻ പറ്റും. അല്ല, നേരിട്ട്. മറ്റേതെങ്കിലും കേസുകളാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും താഴത്തെ കോടതിയിൽ പോകാൻ ആർക്ക് പറയാം? ഹൈക്കോടതിക്ക്, സുപ്രീം കോടതിക്ക് പറയും. ഇവിടെ വേറെ കേസുകൾ, വലിയ വലിയ കേസുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, ഇത് താഴത്തെ കോടതികളിലാണ് പോയി പരിഹരിച്ചു എന്ന് പറയാം. പക്ഷേ ചെല്ലുന്നത് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ആണെങ്കിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പറയാൻ കഴിയില്ല, നിങ്ങൾ താഴത്തെ കോടതിയിൽ പോയി എന്ത് ചെയ്തോ പരിഹരിക്കൂ എന്ന് പറയാൻ പറ്റത്തില്ല, ഇല്ല? അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യവുമായിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതെന്നർത്ഥം. അങ്ങനെ സുപ്രീം കോടതിയിലാണ് ചെല്ലുന്നതെങ്കിൽ സുപ്രീം കോടതി അത് വെച്ചുകൊണ്ട് പുറപ്പെടുവിക്കും. അതിനെ പറയുന്നതാണ് റിട്ടുകൾ എന്ന് പറയും. എന്ത് പേരറിയപ്പെടും? റിട്ട് എന്ന് പറയും. ആർട്ടിക്കിൾ 32 എന്ന് പറയപ്പെടുന്നത്, ഇല്ലയോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന്, സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. മനസ്സിലായില്ല? അംബേദ്കർ അതിനെ വിശേഷിപ്പിക്കാൻ കാരണം എന്താ? ആർട്ടിക്കിൾ 32. മറ്റു പലരും ആത്മാവെന്ന ആമുഖത്തെ ഇതിനൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അംബേദ്കർ വിശേഷിപ്പിച്ചത്, നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32-നെയാണ്. 32 എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയോട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് നമുക്ക് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നേരിട്ട് നമുക്ക് സുപ്രീം കോടതിയിൽ ചെല്ലാം. അങ്ങനെ ചെല്ലുമ്പോൾ അവർ ചില കാര്യങ്ങൾ ഓർഡറുകളായിട്ട് പുറപ്പെടുവിക്കും. അതിന് പറയുന്ന പേരാണ് എന്ന് പറയപ്പെടുന്നത് റിട്ടുകൾ എന്ന് പറയും. റിട്ടുകൾ.
റിട്ട് എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കടം കൊണ്ടിരിക്കുന്നത്, ഇല്ലയോ? റിട്ട് പുറപ്പെടുവിക്കുന്നതാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയപ്പെടുന്നത്. പ്രധാനമായിട്ട് 5 റിട്ടുകളാണ് അവിടെ ഉള്ളത്. അത് നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളിലൊക്കെ പറയാം. ഓക്കെ ആണല്ലോ. മാൻഡമസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അറിയാം, നിങ്ങൾക്ക് അറിയാം. സെർഷ്യോററി, കോ വാറണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അറിയാം. അപ്പോൾ ആർട്ടിക്കിൾ 32 അങ്ങനെയുള്ളതാണ്. എന്നാൽ ആർട്ടിക്കിൾ 226 എന്താണെന്ന് നോക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 32 എന്താ, സുപ്രീം കോടതിക്കുള്ളതാണ്. സുപ്രീം കോടതിക്കുള്ളതാണ്. സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നതാണ് ആർട്ടിക്കിൾ 32. ആർക്ക് കൊടുത്തിരിക്കുന്നതാണ്? സുപ്രീം കോടതിക്ക് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ 226 എന്ന് പറയപ്പെടുന്നത് എന്താ, അതും ഇത് തന്നെയാണ്. പക്ഷേ ആർക്ക് കൊടുത്തിരിക്കുന്നതാണ്? ഹൈക്കോടതിക്ക് കൊടുത്തിരിക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നത് 226. അതാണ് പറഞ്ഞേക്കുന്നത്. തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ആർട്ടിക്കിളുകളൊക്കെ ആണല്ലോ. പക്ഷേ എന്താ, ഒരു ചെറിയ ഡൗട്ടുകളൊക്കെ വരാം. 32 സുപ്രീം കോടതിക്കുള്ളതാണ്, റിട്ട് പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം എന്ന് പറയപ്പെടുന്നത്, ഇല്ലയോ? 226 പക്ഷേ ആർക്കുള്ളതാണ്? ഹൈക്കോടതിക്ക്. സംഭവം തന്നെയാണ്, പക്ഷേ 226 എന്ന് പറയുന്നത് ഹൈക്കോടതിക്കുള്ളതാണ്. ഇനി ആർട്ടിക്കിൾ 37 എന്ന് പറയപ്പെടുന്നത് എന്തുവാ? ആ 37 എന്ന് പറയപ്പെടുന്നത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി എന്നാണ്. എന്നുവെച്ചാൽ എന്താ, നിർദ്ദേശക തത്വങ്ങളാണ് 37 പറഞ്ഞിരുന്നത്, ഇല്ലയോ? ഇനി ആർട്ടിക്കിൾ 246 പറയുന്നത് എന്താ, ലിസ്റ്റുകളെ പറ്റിയാണ് പറയുന്നത്. എത്ര ലിസ്റ്റുകളെ പറ്റിയാണ്? കാരണം ലിസ്റ്റുകളുണ്ടല്ലോ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലിസ്റ്റുകളുണ്ട്. ഈ ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് എന്ന് പറയുന്നത് 246. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ആദ്യമേ തന്നെ കിട്ടിക്കഴിഞ്ഞു. ആർട്ടിക്കിൾ 32 ആണ് ഏതെന്ന് പറയപ്പെടുന്നത്. ഏതാ ആർട്ടിക്കിൾ? പിടികിട്ടിയേ? മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ക്ലാസ് പിടികിട്ടിയല്ലോ? യെസ്. ആ ചോദ്യം പിടികിട്ടിയല്ല ചോദ്യത്തിൻ്റെ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 8ാമത്തെ ചോദ്യമാണ്. ഇൻ ഹൗ മെനി സെക്ടേഴ്സ് എന്നാണ് ആർ ഇൻഡോ ചൈന ബോർഡർ ഡിവൈഡഡ്? ഇന്ത്യ ചൈന അതിർത്തി എത്ര മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? വീണ്ടും ജോഗ്രഫി എന്ന് പറയപ്പെടുന്ന ഭാഗവത്തായിട്ട് കിടക്കുന്നതാണ്. അതും എന്താണ്, മാപ്പ് വർക്കിലൂടെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. നിങ്ങളിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടിട്ടുണ്ടാകാം, ഇല്ലയോ? കാര്യം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട എന്താണ് ചോദ്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. നമ്മൾ സാധാരണ എന്താണ് എപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല നിങ്ങളിവിടെ പ്രതീക്ഷിക്കേണ്ടത്. മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിർത്തികളും കാര്യങ്ങളും ഇതെല്ലാം വളരെ ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതലും വരുന്നത്. അത് നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. അത് ഇത്രയും ഇവിടെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ എവിടെ കാണുന്നു അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചോണം. ഇൻഡോ ചൈന ബോർഡർ എത്ര ഭാഗങ്ങളായിട്ട്, മേഖലകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇൻഡോ ചൈന എന്ന് പറയപ്പെടുന്നത്, ചൈന എവിടെ കിടക്കുന്നത് നമുക്കറിയാം, ഇല്ലയോ? ചൈന നമുക്ക് ഇങ്ങോട്ട് മാറിയാണ് കിടക്കുന്നത്. ചൈനയുടെ ഭാഗം കിടക്കുന്നത് നമുക്കറിയാം. ആ ഇൻഡോ ചൈനയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ എന്താണ് പ്രദേശങ്ങൾ ആണ് ഉള്ളതെന്ന് നോക്കണം. ഇൻഡോ ചൈന അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കുറച്ച് സംസ്ഥാനങ്ങൾ അവിടെ കിടപ്പുണ്ട്, ഇല്ലയോ? അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയപ്പെടുന്നത്, ഇല്ലയോ? യെസ്. ഒന്ന് നമുക്ക് പറയാം, ലഡാക്ക് എന്ന് പറയപ്പെടുന്ന എന്താണ് ഒരു ഭാഗം ചൈനയുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. എന്താണെന്നുള്ള ചൈനയുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ഏതെന്ന് പറയപ്പെടുന്നത് ഇത്. ലഡാക്ക് നമുക്കറിയാം യൂണിയൻ ടെറിട്ടറിയാണ്. ഏതാണ്? യൂണിയൻ ടെറിട്ടറി. പിന്നീട് നമുക്ക് നോക്കാം, ഹിമാചൽ പ്രദേശ് കിടപ്പുണ്ട്. ഏതാ? ഹിമാചൽ പ്രദേശ് ഒരെണ്ണം കിടപ്പുണ്ട് അവിടെ, ഇല്ലയോ? അതിനുശേഷം നമുക്ക് നോക്കാം എന്ന് പറയപ്പെടുന്നത് ദെൻ അരുണാചൽ പ്രദേശ് കിടപ്പുണ്ട്. ഏതാണ് കിടക്കുന്നത്? അരുണാചൽ പ്രദേശ് കിടപ്പുണ്ട്. അതുപോലെ ഹിമാചൽ പ്രദേശ് കിടപ്പുണ്ട്, ലഡാക്ക് കിടപ്പുണ്ട്. ദെൻ എന്താണ് ഉത്തരാഖണ്ഡ് കിടപ്പുണ്ട്. ഏതാ? ഉത്തരാഖണ്ഡ് കിടപ്പുണ്ട്. അറിയാമല്ലോ, നമ്മുടെ ചൈന വരുന്ന ഭാഗം നമുക്കറിയാമല്ലോ. ഇന്ത്യയുടെ എന്താണ് ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്ന ഇന്ത്യയുടെ ഇപ്പുറത്തെ ഭാഗത്തായിട്ടാണ് എന്ത് കിടക്കുന്നത്? ചൈന കിടക്കുന്നത്. അപ്പോൾ ലഡാക്ക് കിടപ്പുണ്ട്, ഹിമാചൽ പ്രദേശ് കിടപ്പുണ്ട്, ദെൻ അരുണാചൽ പ്രദേശ് കിടപ്പുണ്ട്, ഉത്തരാഖണ്ഡും കിടപ്പുണ്ട്. ദെൻ എന്താണ് ഉത്തരാഖണ്ഡ്, സിക്കിം കൂടെ കിടപ്പുണ്ട്. ഏതാ? സിക്കിമും. ഓക്കെ, ഇത്രയും എന്താണ് സ്ഥലങ്ങളാണ് ഏത് കിടക്കുന്നത്? ചൈനയുമായിട്ട് നമുക്ക് അതിർത്തി പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, 4 സ്റ്റേറ്റുകളാണ് കിടക്കുന്നത്. 1, 2, 3, 4 സ്റ്റേറ്റുകൾ ചൈനയുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നു.
ഒരെണ്ണം മാത്രം ഏതാണ് യൂണിയൻ ടെറിട്ടറി ആയിട്ടാണ് കിടക്കുന്നത്. ഇതാകെ ഇത്രയും സ്ഥലം കൂടെ ചേരുമ്പോൾ ഏകദേശം നമുക്ക് 4051 കിലോമീറ്ററോളം ആണ് നമുക്ക് എന്തുള്ളത് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, ചൈനയുമായിട്ട് അതിർത്തി ഏകദേശം 4051 കിലോമീറ്ററാണ് ചൈനയുമായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ അതിനെ നോക്കാം. ഈ 4051 കിലോമീറ്ററിനെയാണ് നമ്മൾ 3 സെക്ടറുകളായിട്ടാണ് തരംതിരിക്കുന്നത്. എത്രയാണ്? 3 സെക്ടറുകളായിട്ടാണ് തരംതിരിക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ ഭാഗം എന്ന് പറയപ്പെടുന്നത് 3 സെക്ടർ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്ട് നോക്കാം. എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് സെക്ടറാണെന്ന് ചോദിക്കുന്നത്. ഹൗ മെനി സെക്ടേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെക്ടർ എന്ന് പറയപ്പെടുന്നത് വെസ്റ്റേൺ ആണ്. ഏതാ? വെസ്റ്റേൺ, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്ന സെക്ടറാണ്. അടുത്തെന്ന് പറയപ്പെടുന്നത് മിഡിലാണ്, മധ്യഭാഗത്തായിട്ട് വരുന്നതാണ്. ദെൻ എന്താണെന്നുള്ളത് ഈസ്റ്റേൺ എന്ന് പറയപ്പെടുന്നത് ഈസ്റ്റേൺ സെക്ടർ എന്നതാണ്. ഇങ്ങനെ 3 സെക്ടറുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ അവിടെ ലഡാക്ക് എന്ന് പറയപ്പെടുന്ന ഒരാൾ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഏതാ? ലഡാക്ക് എന്ന് പറയപ്പെടുന്ന ഒരെണ്ണം വരുന്നുണ്ട്. അതുപോലെ ഹിമാചൽ പ്രദേശും വരുന്നുണ്ട്. ഇവിടെ മിഡിൽ എന്ന് പറയപ്പെടുന്ന ഉത്തരാഖണ്ഡ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇവിടെ ബാക്കിയാണ് ഏത്? സിക്കിമും അതേണക്ക് തന്നെ അരുണാചൽ പ്രദേശും വരുന്നത്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് 3 സെക്ടറുകളായിട്ടാണ് എന്ത് ചെയ്തിരുന്നത് ഇന്ത്യ ചൈന ബോർഡർ ഉള്ളത്. ഇന്ത്യ ചൈന ബോർഡർ ലൈനാണ് ഏത്? മക്മോഹൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഭാഗം എന്ന് പറയപ്പെടുന്നത് ഏതാണ്? ദെൻ 3 ബി ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചോദ്യം നോക്കാതെ ദെൻ എമംഗ് ദ ഫോളോയിങ് ലീഡേഴ്സ് ഹൂ ലെഡ് ലോങ് മാർച്ച് എന്നാണ് കൊടുത്തേക്കുന്നത്. ലോങ് മാർച്ചിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഭരണാധികാരി അല്ലെങ്കിൽ ഏത് നേതാവാണെന്നാണ് കൊടുത്തേക്കുന്നത്. 4 ചോയ്സ് കൊടുത്തിട്ടുണ്ട്. 4 പേരും ചൈനയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലോങ് മാർച്ച് എന്ന് പറയപ്പെടുന്നത് നടന്ന സ്ഥലം എവിടെയാണ്? ചൈനയാണെന്ന് മനസ്സിലായി. ആൻസർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം, ഇല്ലയോ? അപ്പോൾ കുറച്ച് നമ്മൾക്ക് ചൈനയുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളുടെ വർഷം മാത്രം നമുക്ക് പറയാം, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അത് ഒന്നാമത്തതാണ് 1900 നടന്നിട്ടുള്ള ഏത് ബോക്സർ റിബല്യൻ എന്ന് പറയുന്നത്. ബോക്സർ റിബല്യൻ. പിന്നീട് വരുന്നതാണ് 1911 ചൈനീസ് റവല്യൂഷൻ എന്ന് പറയപ്പെടുന്നത്. ചൈനയുടെ കാര്യത്തിൽ പറഞ്ഞത്. അപ്പോൾ ചൈനീസ് റവല്യൂഷൻ എന്ന് പറയുന്നത് ചൈനീസ് വിപ്ലവം. ഇതിന് വേറൊരു പേരുണ്ട്. ഏതാ? റിപ്പബ്ലിക്കൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ 2 വർഷം ചൈനയുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു. ഇനി അടുത്ത ചൈന റിപ്പബ്ലിക്കായി മാറുന്നത് എന്താണ്? ചൈന ബിക്കെയും എന്തെന്ന് പറയപ്പെടുന്നത് റിപ്പബ്ലിക്ക്. ചൈന എന്തായി മാറിയത്? റിപ്പബ്ലിക്കായത് 1912 റിപ്പബ്ലിക്കായി മാറിയത്. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കപ്പെടുന്നത് 21 രൂപീകരിക്കപ്പെടുന്നത്. 1934 ഏതെന്ന് പറഞ്ഞത്? ചൈനയിൽ എന്ത് നടക്കുന്നത്? ലോങ് മാർച്ച് നടക്കുന്നത്. 1949 എന്തെന്ന് പറയപ്പെടുന്നത്? ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ. എന്താണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത്? ഓക്കെ, 1966 ഏത്? ചൈനയിലെ എന്തെന്ന് പറയപ്പെടുന്നത്? ദെൻ കൾച്ചറൽ റവല്യൂഷൻ മീൻസ് സാംസ്കാരിക വിപ്ലവം 1967 1997 ബ്രിട്ടൻ എന്ത് ചെയ്യുന്നത്? ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഏത്? ഹോങ്കോങ് എന്ന് പറയപ്പെടുന്ന സ്ഥലം ടു ആർക്ക്? ചൈനയ്ക്ക് കൈമാറിയത് 1997 എന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചൈനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ ഈ റവല്യൂഷൻ 11 റവല്യൂഷൻ നടത്തിയ വ്യക്തിയാണ് ആര്? സണ്ണി ആറ്റ്സൺ. ഓക്കെ ആണല്ലോ? 21 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാവോ സേ തൂങ് ആണ്. മാവോ സേ തൂങ്. ഓക്കെ ആണല്ലോ? 34 ലോങ് മാർച്ചിന് നേതൃത്വം കൊടുത്തതും ആരാണ്? മാവോ സേ തൂങ് ആണ്. ആരാ? മാവോ സേ തൂങ്. ചിയാങ് കൈഷക്ക് വേറൊരു പാർട്ടിയുടെ നേതാവാണ്. അത് കുമിങ്താങ് പാർട്ടിയുടെ നേതാവാണ്. ആര്? ഇവർ 2 പേരും. ഓക്കെ, ഷിഹ്വാന്തിയാണ് ചൈനയിലെ ഗ്രേറ്റ് വാൾ പണിയെടുപ്പിച്ചത്.
ഓക്കെ, അത്രയും കാര്യമായപ്പോഴത്തേക്കും നമുക്ക് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു തീർന്നു. ശ്രദ്ധിക്കുമല്ലോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി സ്റ്റേറ്റ്സ് ആർ ഷെയർ ബൗണ്ടറി വിത്ത് പാകിസ്ഥാൻ? പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പാകിസ്ഥാൻ നമുക്കറിയാം എന്താണ്, ഇന്ത്യ ഇങ്ങനെ കിടക്കുന്നു. ആൻസർ നിങ്ങൾ സെറ്റ് ചെയ്തോളൂ. ഇങ്ങനെ കിടക്കുന്നു ഇല്ലയോ, ഇവിടെ ഗുജറാത്ത് കിടപ്പുണ്ട്, ഇങ്ങനെ കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ, ഇങ്ങനെയാണ് പാകിസ്ഥാൻ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ സംസ്ഥാനങ്ങൾ, ഹൗ മെനി സ്റ്റേറ്റ്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഗുജറാത്ത് എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ഒന്നായി. രണ്ട്, ഇവിടെ നമുക്ക് രാജസ്ഥാൻ എന്ന് പറയപ്പെടുന്ന എന്താണ് ഒന്ന് കിടപ്പുണ്ട്. അപ്പോൾ എത്രയായി, രണ്ടായി മാറി രാജസ്ഥാൻ. അടുത്ത നമുക്ക് നോക്കാം, ഇവിടെ പഞ്ചാബ് കിടപ്പുണ്ട് എന്ന് പറയുന്നത് മൂന്നായി മാറി. പിന്നെ കിടക്കുന്നത് എന്തൊക്കെയാണ്, ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയപ്പെടുന്ന അത് കേന്ദ്രഭരണ പ്രദേശമാണ്, യൂണിയൻ ടെറിട്ടറി ആണെന്നർത്ഥം. പിന്നെ എന്താണ്, ലഡാക്ക് എന്ന് പറയപ്പെടുന്ന ഭാഗം കിടപ്പുണ്ട്, അത് എന്താണ്, യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന കിടപ്പുണ്ട്, ലഡാക്ക് എന്ന് പറയപ്പെടുന്നതും എന്താണ് കിടപ്പുണ്ട്. അത് രണ്ടും എന്തല്ല, സ്റ്റേറ്റ് അല്ല. അപ്പോൾ എത്ര സ്റ്റേറ്റുകളേ ഉള്ളൂ, 1, 2, 3 സ്റ്റേറ്റുകളേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ആൻസർ എന്ന് പറയപ്പെടുന്നത് ഏതാണ്, ഇതാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയപ്പെടുന്നത് എന്താണെന്നുള്ളത് രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവെക്കുന്നത്. അത് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനം ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവെക്കുന്നത് ആരാണ്, രാജസ്ഥാനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവെക്കുന്ന പ്രദേശം ഏതാണെന്ന് എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ചോയ്സിനകത്ത് ജമ്മു കാശ്മീർ എന്നൂടെ തരും. അവിടെ സ്റ്റേറ്റ് എന്നൊരർത്ഥമൊന്നും അവിടെ ഒരു ചോയ്സിനകത്ത് അവർ കണക്കാക്കുന്നില്ല. ചോയ്സിനെന്ന് പറയപ്പെടുന്നത് ഏതാ, കൂടുതൽ അതിർത്തി എന്താണ്, വിച്ച് സ്റ്റേറ്റ് അല്ലെങ്കിൽ വിച്ച് പാർട്ട് അല്ലയോ, വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ദെൻ ഷെയർ മോസ്റ്റ് ഓഫ് ബൗണ്ടറി വിത്ത് ആരുമായിട്ട്, പാകിസ്ഥാൻ. അവിടെ സ്റ്റേറ്റ് എന്ന് വല്ലതും പറഞ്ഞോ, ഇല്ല. അപ്പോൾ അവിടെ ജമ്മു കാശ്മീർ എടുത്തിടാം. അപ്പോൾ അവിടെ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇതിനെ മൊത്തത്തിൽ ജമ്മു കാശ്മീരായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ലഡാക്കും അത് കണക്കില്ല, ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിർത്തി ആർക്കാണ്, ജമ്മു കാശ്മീർ എന്ന് പറയപ്പെടുന്ന ഭാഗത്തിനാണ്. അവിടെ സ്റ്റേറ്റ് എന്ന് എടുത്ത് ചോദിച്ചാൽ അന്നെങ്കിൽ മാത്രം ആരാണ് ആൻസർ ആവുന്നത്, രാജസ്ഥാനാവുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആൻസർ 3 അടുത്ത് നോക്കെ, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദി ന്യൂസ് പേപ്പർ? ഏത്, കാൾഡ് സ്വദേശി മിത്രം. സ്വദേശി മിത്രം എന്ന് പറഞ്ഞ പത്രം ആരാണ് എന്ത് ചെയ്ത് സ്ഥാപിച്ചത്, ഇല്ലയോ? താഴെ 4 ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫർദൌർജി മർസ്ബാൻ എന്നത്, മറ്റൊന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, ജി സുബ്രഹ്മണ്യ അയ്യർ എന്നിങ്ങനെ 4 ചോയ്സും കൊടുത്തിട്ടുണ്ട്. പത്രങ്ങൾ നമ്മുടെ ദേശീയ നേതാക്കന്മാരെല്ലാം മിക്കവാറും പത്രമാധ്യമങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വദേശി മിത്രം എന്ന് പറഞ്ഞ പത്രം ആരുടെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫർദൌർജി മസ്ബാൻ ആണ് ഏത്, ബോംബെ സമാചാർ എന്ന് പറയപ്പെടുന്ന പത്രം ഇറക്കിയത് ആരാണ്, ഫർദൌർജി മസ്ബാനാണ്. ഓക്കെ, ഫർദൌർജി മർസ്ബാൻ അല്ല, മർസ്ബാൻ ഫർദൌർജി എന്നാണ്, ഫർദൌർജി കേട്ടോ. ഓക്കെ, യെസ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രത്തിൻ്റെ പേരാണ് നേഷൻ എന്ന് പറയപ്പെടുന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ്. നേഷൻ എന്ന് പറയപ്പെടുന്ന എന്താണ് പത്രം. ബാലഗംഗാധര തിലകൻ്റെയാണ് ഏതെന്ന് പറയപ്പെടുന്നത്, മറാത്ത എന്ന് പറയപ്പെടുന്ന ഒരു പത്രമുണ്ട്, കേസരി എന്ന് പറയപ്പെടുന്ന ഒരു പത്രമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ജി സുബ്രഹ്മണ്യ അയ്യറാണ്. സ്വദേശി മിത്രമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹിന്ദു എന്ന് പറയപ്പെടുന്ന ഒരു പത്രവും അദ്ദേഹത്തിൻ്റെയാണ്. ബാക്കി നമ്മൾ ഒരുപാട് പത്രങ്ങളൊക്കെ ഉണ്ട്, നമ്മളതൊന്നും പറയുന്നില്ല എല്ലാ പത്രങ്ങളും ഒന്നും. ഓക്കെ, 11 ചോദ്യമാണ് നമ്മൾ കവർ ചെയ്തത്. 4 ചോയ്സിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ജി സുബ്രഹ്മണ്യം അയ്യറാണ്. ക്ലിയറായി? യെസ്. നമുക്ക് അടുത്ത ചോദ്യം, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, നമ്മുടെ ക്ലാസ്സിന് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡാഷ് ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ തലസ്ഥാന നഗരം ഏതാണ്? ഓക്കെ, ചോയ്സ് കൊടുത്തിരിക്കുന്നത് പെഷവാറുണ്ട്, കാബൂളുണ്ട്, കറാച്ചിയുണ്ട്, ഇസ്ലാമാബാദുണ്ട്. ഏതാണ് നമ്മുടെ ആൻസർ? പാകിസ്ഥാൻ നമുക്കറിയാം ഇല്ലേ, പഞ്ചാബ്, അഫ്ഗാനിസ്ഥാൻ, കാശ്മീർ, പിന്നെന്താ പിന്നീട് ചേർക്കുകയാണ് ചെയ്തത് പാകിസ്ഥാൻ, പിന്നെന്താ സിന്ധ്, ബലൂചിസ്ഥാൻ്റെ TAN. ഇങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പേര് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പേര് സൃഷ്ടിച്ചിരിക്കുന്നത് റഹ്മത്ത് ചൗധരി
ചൗധരി റഹ്മത്ത് അലിയാണ് ഏത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പേരിൻ്റെ സ്രഷ്ടാവെന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ എന്താണ് അർത്ഥം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ വാക്കിന് പേരിനർത്ഥം ലാൻഡ് ഓഫ് എന്താണ് പ്യുവർ എന്നാണ്, പരിശുദ്ധിയുടെ നാട് എന്നൊക്കെയാണ് ഏത് ഈ വാക്കിനർത്ഥം. ഓക്കെ ആണല്ലോ. ഇനി പാകിസ്ഥാൻ്റെ പ്രവാചകനെന്നും പിതാവെന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്നയാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ ആണ്. അതൊക്കെ നമ്മൾ ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇസ്ലാമാബാദാണ് ഏതെന്ന് പറയപ്പെടുന്നത് ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത്. കറാച്ചി എന്ന് പറയുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിഗ്ഗസ്റ്റ് എന്താണ് സിറ്റിയാണ് എന്ന് പറയപ്പെടുന്നത്. ഏതാ കറാച്ചി. ബട്ട് ദ ക്യാപിറ്റൽ സിറ്റി വാസ് എന്താണ് ഇസ്ലാമാബാദ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. 12 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും ഇതും മാപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കാവുന്ന ഒരു ഭാഗമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നല്ല ചോദ്യങ്ങളുമായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോരോ ക്ലാസ്സുകൾ ഇങ്ങനെ വരും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പഠന ശൈലികൾ തുടരുക, വളരെ നന്നായിട്ട് പഠിക്കുക, കിട്ടാവുന്ന ചോദ്യങ്ങളൊക്കെ എടുത്ത് വെച്ച് വർക്ക് ചെയ്യുക. മനസ്സിലല്ലേ? ഇതുപോലൊരു മാപ്പ് വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കുറച്ച് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.